ശബരിമല ദേവസ്വത്തിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താറില്ല. ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുന്നു. നേരെ പുറംവാതിലിലൂടെ പാർട്ടി നേതാക്കന്മാരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെയും പ്രധാനപ്പെട്ട ഭരണാനുകൂല ആളുകളുടെയും പോക്കറ്റിലേക്ക് അത് ഒഴുകിപ്പോവുകയാണ്. എത്ര കഥകളാണ് ഇത് പറയുന്നത്. BJPയുടെ രാഷ്ട്രീയപരമായ ഒരു ആരോപണമല്ല, ഐക്യജനാധിപത്യ മുന്നണിക്കാരൻ ആരോപിക്കുന്നതല്ല. ആ ക്ഷേത്രത്തിന്റെ മാത്രം കണക്ക് പരിശോധിച്ചപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തലിൽ ചില കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഒറ്റപ്പെട്ട അനുഭവമാണോ? കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോട്ടയില് 20 ഗ്രാം സ്വർണ്ണാഭരണം കാണാതായി പോയിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ പ്രദേശത്തെ, ഈ രാജ്യത്തെ ഭക്തന്മാർ സമർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് കൊള്ള ചെയ്യപ്പെട്ടുകൊണ്ട് ഒഴുകിപ്പോകുന്നത്. നോക്കൂ കേരളത്തിന്റെ അവസ്ഥ. മറ്റ് നിരവധി കാര്യങ്ങളിലേക്കുണ്ട് നമുക്ക് കടക്കാൻ. തലശ്ശേരിയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ തലശ്ശേരിയെ കുറിച്ച് ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? മലബാറിന്റെ കേന്ദ്രമായിരുന്നത്രേ ഒരു കാലത്ത് തലശ്ശേരി എന്ന് പറയുന്ന ഈ പ്രദേശം. മലബാറിൽ ആദ്യത്തെ കോട്ട കെട്ടി ബ്രിട്ടീഷുകാര് മലബാറിനെ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുത്ത കേന്ദ്രമാണ് തലശ്ശേരി. സ്വാതന്ത്ര്യ പൂർവ്വകാലഘട്ടത്തില് തലശ്ശേരിയുടെ ചരിത്ര പ്രാധാന്യം, തലശ്ശേരിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, തലശ്ശേരിയിലെ മറ്റ് പ്രായോഗികമായ സൗകര്യങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് മലബാറിന്റെ കേന്ദ്രമായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ കേന്ദ്രമാണ് തലശ്ശേരി എന്ന് പറയുന്ന ചരിത്രമുടങ്ങുന്ന ഈ മണ്ണ്. 1866 947 സ്വാതന്ത്ര്യം കിട്ടുന്നതെങ്കിൽ 1866 ബ്രിട്ടീഷുകാര് തലശ്ശേരിക്ക് മുനിസിപ്പൽ പദവി കൊടുക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ്, മലബാറിന്റെ ക്യാപിറ്റലാണ്, ഭരണ പ്രാധാന്യമുള്ള പ്രദേശമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. വ്യാപാരവും സംസ്കാരവും രാഷ്ട്രീയവും പ്രകൃതിയും ഇരപിരിയാത്ത ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തലശ്ശേരി എന്ന് പറയുന്നത്. 947 ഇന്ത്യ സ്വാതന്ത്ര്യം കോരി 1956 1956 ഈ സംസ്ഥാനത്തെ എണ്ണപ്പെട്ട ഒരു ഭരണ കേന്ദ്രമായിട്ട് തലശ്ശേരി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ ഉപ്പാപ്പാർക്ക് ഒരു ആന ഉണ്ടാർന്നു എന്ന് പറയുന്നത് പോലെ തലശ്ശേരിക്കാർക്ക് ഇന്ന് അഭിമാനിക്കാൻ എന്തുണ്ട്? കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം പണി കഴിച്ച മണ്ണാണ് തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ മലയാള വാർത്താപത്രം പുറത്തിറക്കിയ സ്ഥലമാണ് ഈ തലശ്ശേരി. ആദ്യത്തെ ഇത്തരത്തിലുള്ള നിരവധി പ്രാധാന്യം ഉൾക്കൊള്ളുന്ന തലശ്ശേരി 1970 മുതൽ കഴിഞ്ഞ 55 വർഷമായി ഈ തലശ്ശേരിയുടെ ഭരണസിരാകേന്ദ്രം, രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് തലശ്ശേരിയിൽ ഇടതുപക്ഷമാണ്. തലശ്ശേരിയില് ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തപ്പോൾ പലപ്പോഴായി കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയതും തലശ്ശേരിയിലെയും സമീപ പ്രദേശത്തിലെയും മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിമാരാണ്. ഭാരതീയ ജനതാ പാർട്ടി തിങ്ങി നിറഞ്ഞ് വാഹനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന, കുടിവെള്ളം കിട്ടാക്കനിയായ, മഴയൊന്നു പെയ്താൽ മലിന ജലത്തിൽ മുങ്ങുന്ന, സ്വന്തമായൊരു മത്സ്യ മാർക്കറ്റില്ലാത്ത, ശുചിയുള്ള ഒരറവുശാല പോലുമില്ലാത്ത, മനുഷ്യർക്ക് കാണാൻ കാഴ്ച കൊടുക്കുന്ന വിളക്കുകൾ സ്ഥാപിക്കാത്ത ഈ തലശ്ശേരി ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 55 കൊല്ലം തലശ്ശേരി മുനിസിപ്പാലിറ്റി ഭരിച്ച മാർക്സിസ്റ്റുകാരെ, ഇടതുപക്ഷക്കാരെ, നിങ്ങൾക്ക് ആ പാതകത്തിൽ പങ്കില്ലേ? തലശ്ശേരിക്കാര് വാരിക്കോരി വോട്ട് കൊടുത്തു ഇടതുപക്ഷത്തിന്, ഇല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര ദീർഘകാലം
ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് അധികാരം വാരിക്കോരിക്കൊടുത്ത ചരിത്രം രേഖപ്പെടുത്താനുണ്ടോ? കേരളം ഭരിക്കുമ്പോൾ തലശ്ശേരി മുനിസിപ്പാലിറ്റിയും അതേ കക്ഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ ഉറക്കെ ചോദിക്കും, സുഗന്ധദ്രവ്യ വ്യാപാരത്തിൽ കീർത്തികേട്ട തലശ്ശേരി, ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കിയ തലശ്ശേരി, കേരളത്തിൽ ആദ്യത്തെ വർത്തമാന പത്രം ഇറക്കിയ തലശ്ശേരി, മലബാറിന്റെ തലസ്ഥാനമായി വളർന്ന തലശ്ശേരി, ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ തലശ്ശേരി 2025 തലശ്ശേരിക്കാർ സ്വയം ചോദിക്കേണ്ട ചോദ്യം, തലശ്ശേരി കഴിഞ്ഞ 55 കൊല്ലം കൊണ്ട് ഇടതുപക്ഷം നിങ്ങൾക്ക് എന്താണ് തലശ്ശേരിയിൽ തന്നത്? ഈ 55 വർഷത്തിനിടയിൽ നല്ലൊരു റോഡ് തലശ്ശേരിയിൽ കാണാൻ സാധിക്കുമോ? നല്ലൊരു റോഡ്, ദേശീയ പാത പോലും കുപ്പിക്കഴുത്തായി തിരക്കുകൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പലപ്പോഴും അങ്ങ് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ കോഴിക്കോട്ടേക്കും വടകരയ്ക്കും ടിക്കറ്റ് എടുക്കുമ്പോൾ ബസ്സുകാരോട് ചോദിക്കും, എത്ര മണിക്കെത്തും കോഴിക്കോട്ട്, അല്ലെ എത്ര മണിക്കെത്തും തലശ്ശേരി? അവർ പറയും, വടകരയിലും കോഴിക്കോട്ടും എത്ര മണിക്കെത്തുമെന്ന് പറയണമെങ്കിൽ തലശ്ശേരിയിൽ എപ്പോൾ ഞങ്ങൾ പുറത്തു കടക്കാനാകുമെന്ന് പറയണം. കാരണം തലശ്ശേരിയിലെ ദേശീയപാതകൾ, തലശ്ശേരിയിലെ രാജപാതകൾ കേരളം മുഴുക്കെ വീതിയോടെ കൈകാര്യം ചെയ്യുമ്പോൾ തലശ്ശേരി അത് കുപ്പിക്കഴുത്തായി മാറും. തലശ്ശേരി നഗരസഭയിലെ ഏത് റോഡുണ്ട് വികസിതമായി വളർന്നു വന്നത് എന്ന് തലശ്ശേരിയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തായി ഇന്ന് വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്ന തലശ്ശേരിയിലെ ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷക്കാരനോടും വലതുപക്ഷക്കാരനോടും വോട്ടർമാർ മൗനമായി ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് റോഡുണ്ട് തലശ്ശേരിയിൽ വികസിച്ചത്? 11 കോടി രൂപ തലശ്ശേരി മത്സ്യ മാർക്കറ്റിന്റെ നവീകരണത്തിന് വേണ്ടി നീക്കിവെച്ചു എന്ന് പറയുന്നു. ഈ രാജ്യത്ത് ഒരുപക്ഷെ മത്സ്യപ്രിയരായ നമ്മളൊക്കെ അത് വാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു വൃത്തിയുള്ള മത്സ്യ മാർക്കറ്റ് 55 കൊല്ലം തിരുവായ്ക്ക് എതിർവായില്ലാതെ, ഒരെതിർപ്പും കൂടാതെ ഇടതുപക്ഷം ഏത് പ്രമേയമാണോ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വെക്കുന്നത് അത് കൈയടിച്ച് പാസാക്കാൻ അംഗബലം 55 കൊല്ലമായിട്ട് അവരുടെ കയ്യിലാണ്. ഞാൻ ചോദിക്കുന്നു, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലേതുപോലെ ഇത്ര വൃത്തിഹീനമായ ഒരു മത്സ്യ മാർക്കറ്റ് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇതുപോലെ അവികസിതമായ ഏത് മേഖലയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ചോദിക്കട്ടെ, ഞാൻ മാലിന്യ പ്രശ്നമാണ് ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്വച്ഛ് ഭാരത് എന്ന ആശയത്തിലാണ്. വൃത്തിയുള്ള നഗരങ്ങൾ, വൃത്തിയുള്ള പാതകൾ, വൃത്തിയുള്ള വീടുകൾ, വൃത്തിയുള്ള ഓഫീസുകൾ. പഴയ തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മനുഷ്യന്റെ മലം വീട് ദുർഗന്ധപൂരിതമായ തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ. എന്റെ പ്രസംഗം കേൾക്കുന്ന BJP തലശ്ശേരിക്ക് എന്തു നൽകി, എന്തു നൽകും എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചൂണ്ടിക്കാണിക്കും, 10 കൊല്ലം മുമ്പുള്ള തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കിടക്കുന്നു. മനുഷ്യന്റെ മലം വീണ് മൂക്കുമത്തി സഞ്ചരിച്ചിരുന്ന തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കിടക്കുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമും 2ാം പ്ലാറ്റ്ഫോമിലും ഇന്ന് പോകുമെന്ന് നമ്മൾ കാണുന്നത് എന്താണ്? എന്നോട് പലപ്പോഴും റെയിൽവേ യാത്രക്കാർ പറയാറുണ്ട്, തീവണ്ടി വരുന്നില്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിരിയാണി ആ റെയിൽവേ പാളത്തിൽ ഇരുന്ന് കഴിക്കാൻ യാതൊരു തടസ്സവും യാതൊരു മനഃശാഞ്ചല്യവും ഇല്ലാതെ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, 10 കൊല്ലം കൊണ്ട് തലശ്ശേരിയിലെ മനുഷ്യന്റെ വിസർജ്യം വീണ്, മനുഷ്യന്റെ മൂത്രവും മലവും കുഴഞ്ഞ് ഈച്ചയാർത്തിരുന്ന തലശ്ശേരിയിലെ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ പാതകൾ
യൂറോപ്പിനോട് കിടപിടിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർന്നില്ലേ? ഒന്നാം പ്ലാറ്റ്ഫോമിലെയും രണ്ടാം പ്ലാറ്റ്ഫോമിന്റെയും പുറത്ത് മനോഹരങ്ങളായ കട്ട പതിപ്പിച്ച് ഏത് സമയത്തും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ തോന്നുന്ന തരത്തിലേക്ക് അത് വികസിച്ചിട്ടില്ലേ? അനാഥമായി പോകുമായിരുന്ന നിങ്ങളുടെ കാറും ബൈക്കും വാഹനങ്ങളും എത്ര മനോഹരമായിട്ടാണ് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, 2014 മുമ്പ് രാവിലത്തെ ആകാശവാണിയിൽ റേഡിയോയിൽ ആദ്യത്തെ വാർത്തയ്ക്ക് മുമ്പ്, പ്രാദേശിക വാർത്തയ്ക്ക് മുമ്പ് ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വൈകി ഓടുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാൻ വേണ്ടി മാത്രം ആകാശവാണി 5 മിനിറ്റ് സമയം നീക്കിവെക്കുമായിരുന്നു. ഏറ്റവും വിലപ്പെട്ട സമയം. അന്ന് വാർത്ത കേട്ടവൾക്കറിയാം, 3 മണിക്കൂർ മുതൽ 5, 6, 7, 8 മണിക്കൂർ വരെ വൈകി ഓടിക്കൊണ്ടിരുന്ന തീവണ്ടികളുടെ കണക്ക് പറയാൻ, റെയിൽവേയുടെ കണക്ക് മാത്രം അറിയിക്കാൻ ആകാശവാണിക്ക് 5 മിനിറ്റ് സമയം നീക്കിവെക്കേണ്ടി വരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ അപ്പുറം എത്ര തീവണ്ടികള് തലശ്ശേരിയിലൂടെ വൈകി ഓടുന്നുണ്ട്. സ്വപ്നസുന്ദരമായ അവസ്ഥയിലേക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉയർന്നു. ജയചന്ദ്രൻ മാഷ് എന്താണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇത് പറയാനെന്ന് ചോദിച്ചാൽ, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ, കർത്തവ്യ നിരതനായ ഒരു ഗവൺമെന്റ്, തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കെൽപ്പുണ്ടെങ്കിൽ അസാധ്യമായതൊക്കെ സാധ്യമാകും. ഞാൻ തിരികെ തലശ്ശേരിയിലേക്ക് വരും. 55 കൊല്ലം ഭരിച്ച CPM-നും ഇടതുപക്ഷത്തിനും ദുർഗന്ധരഹിതമായ ഒരു മത്സ്യ മാർക്കറ്റ് തലശ്ശേരിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? 47 ശേഷം 75 കൊല്ലം കഴിഞ്ഞു. ഇടതും വലതും മാറി മാറി തലശ്ശേരിയിൽ ഭരിച്ചു. പ്രഗത്ഭരെ തെരഞ്ഞെടുത്തയച്ചു. മോശക്കാരാരുമല്ല, അവരൊന്നും ചില്ലറക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മഴ, 1 മണിക്കൂർ മഴ പെയ്താൽ തലശ്ശേരിയിലെ വെള്ളക്കെട്ടിന്റെ ദുരവസ്ഥയെ കുറിച്ച് എന്ത് പരിപാടിയാണ്, എന്ത് പരിഹാരമാണ് തലശ്ശേരി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 55 കൊല്ലം തുടർച്ചയായ കസേരയിലിരിക്കുന്ന തലശ്ശേരി മുനിസിപ്പാലിറ്റി നിയന്ത്രിച്ച ഇടതുപക്ഷത്തിന് ഈ നാട്ടുകാരോട് പറയാനുള്ളത്? സാർ, 55 കൊല്ലം മഴ പെയ്താൽ തലശ്ശേരി വെള്ളക്കെട്ട്, ഹോട്ടലുകളിലെയും കക്കൂസ് മുറികളിലെയും മാലിന്യം ഓടകളിലൂടെ ഒഴുകി തലശ്ശേരി റോഡിലും വീടുകൾക്ക് മുമ്പിലും പരന്നൊഴുകി ദുർഗന്ധപൂരിതമാണ് തലശ്ശേരി എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടോ? 55 കൊല്ലം അതൊരു ചെറിയ കാലയളവാണോ? അരനൂറ്റാണ്ടിനിടയ്ക്ക് തലശ്ശേരിയുടെ മൗലികമായ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജലനിർഗമന മാർഗങ്ങൾ അത് കടലിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേർക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങളുടെ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുമോ? കേരളത്തിലെ സർക്കാർ മറ്റേതെങ്കിലും ഒരു സർക്കാരാണെങ്കിൽ, ഐക്യ ജനാധിപത്യ മുന്നണി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം അവർ സഹായിക്കുന്നില്ല. മുനിസിപ്പാലിറ്റിക്കാരൻ പറ, ഭരിച്ച നിങ്ങളോട് വോട്ട് ചോദിക്കുന്നവരുടെ മുഖത്ത് നോക്കി ചോദിക്ക്, എന്താണ് തലശ്ശേരിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കാത്തത്? കേരളം മുഴുവൻ, ഞാൻ അഹങ്കാരത്തോടെ പറയും, 2014 ശേഷം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടപ്പിലാക്കി. ഈച്ചയും കൊതുകും പെരുകുന്ന ഹോട്ടൽ മാലിന്യവും വീടുകളിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലും പ്ലാസ്റ്റിക് ബാഗുകളിലും കെട്ടി നിറച്ച് തെരുവോരങ്ങളിൽ തള്ളുന്നതും നിത്യക്കാഴ്ചകളായ കേരളത്തിൽ പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ തലശ്ശേരിയെ പോലെ അതിനൊരു തുടക്കം പോലും കുറിക്കാത്ത ഏത് മുനിസിപ്പാലിറ്റിയാണ്, ഏത് കോർപ്പറേഷനെയാണ് നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുന്നത്? തലശ്ശേരിക്കാർ ബിരിയാണിക്ക്
ഒരുപക്ഷെ കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, ഗൾഫ് രാജ്യങ്ങളിൽ പോലും പുകൾപെറ്റതാണ് തലശ്ശേരിയിലെ പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതായത് തലശ്ശേരിയില് സസ്യാഹാരികളെക്കാൾ കൂടുതൽ സസ്യേതര ഭക്ഷണം കഴിക്കുന്നവരാണ്. കോഴിയും ആടും മാടും മറ്റു മൃഗങ്ങളുടെയും നല്ലൊരു കൺസ്യൂമർ പ്രദേശമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കും, നല്ലൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചാൽ, എന്റെ മാംസക്കച്ചവടക്കാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇത് പ്രസംഗിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എത്ര ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് മാംസം ശുചീകരിച്ച അന്തരീക്ഷത്തിൽ തലശ്ശേരി ലഭിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ സർ, ആരാണ് തലശ്ശേരിയിലെ അറവ് സംസ്കരണ കേന്ദ്രങ്ങളെ അണുമുക്തമാക്കേണ്ടതും ശുചിത്വപൂർണമാക്കേണ്ടതും? എന്താണ് സർ നിങ്ങൾക്കതിന് തടസ്സം? എന്ത് തടസ്സമാണ് നിങ്ങൾക്കുള്ളത്? ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ആ രംഗത്തും ഒരുപാട് മുന്നോട്ട് പോയി. എന്ത് മുന്നേറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് വരുത്താൻ സാധിച്ചത്? തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡുകൾ നോക്കൂ നിങ്ങൾ. കാസർഗോഡ് മുതൽ തെക്കേയറ്റമായ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യൂ. ഓരോ ജില്ലാ കേന്ദ്രത്തിലെയും ബസ് സ്റ്റാൻഡുകൾക്കും ആളുകൾക്കും യാത്രക്കാർക്കും നല്ലൊരു വരുമാനം സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടാക്കി കൊടുക്കുന്ന കേരളത്തിലെ പൊതു ഗതാഗത മേഖല, അവിടെ ബസ്സുകാരൻ കാത്തിരിക്കാൻ വരുന്നവന് സൗകര്യമൊരുക്കുന്നതിൽ എന്താണ് തടസ്സം? ഓരോ ബസ്സുകാരനിൽ നിന്നും 3 മാസം കൂടുമ്പോ എത്ര ആയിരക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ നികുതി വാങ്ങിക്കുന്നത് എന്ന് സ്വകാര്യം നിങ്ങളൊരു ബസ് ജോലിക്കാരനോട് ചോദിക്കുക. 3 മാസത്തേക്ക് ഒരു പ്രൈവറ്റ് ബസ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് നികുതിയായി കൊടുക്കുന്നത് എത്ര ആയിരക്കണക്കിന് രൂപയാണ് എന്ന് ഒരു സ്വകാര്യ ബസ് മുതലാളിയോട് നിങ്ങളൊന്ന് ചെവിയിൽ ചോദിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്, നമ്മളിൽ നിന്നും ബസ് കൂലി, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് കൂലി വാങ്ങുന്നത്, യാത്രാക്കൂലി ഈടാക്കുന്നത് കേരളമാണ്. ഈ യാത്രാക്കൂലിയില് 3/4 പങ്കും പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്കാണ്, PWDയിലേക്കാണ്. ചോദിക്കട്ടെ, തലശ്ശേരി ബസ് സ്റ്റാൻഡിലെ തലശ്ശേരി ഭരിക്കുന്ന 55 കൊല്ലമായി ആ കസേരയിൽ ഇരുന്ന് മാസാമാസം അലവൻസും ബത്തയും കരാറ് കൊടുക്കുന്നതിൽ കമ്മീഷനും മുറ തെറ്റാതെ വാങ്ങുന്ന ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ഉത്തരം പറയുമോ? ഭരണക്കാരായ ആളുകൾ ഉത്തരം പറയുമോ? എന്ത് തടസ്സമാണ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിൽ നിങ്ങൾ നേരിടുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്സഹകരണമാണോ? പദ്ധതികൾ ഇല്ലാഞ്ഞിട്ടാണോ? വരുമാനക്കുറവാണോ? ഇതൊന്നുമല്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും തലശ്ശേരിക്കാർ രാഷ്ട്രീയമായി വൈകാരികമായി CPM-നെ തന്നെ ജയിപ്പിക്കും. ആരെങ്കിലും വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ സംശയം വന്നാൽ നാളെ അവനെ ഭീഷണിപ്പെടുത്തും, അവന്റെ വീടുകളിലെത്തും, കയ്യും കാലും വെട്ടി അരിയും. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഈ ഒരു രീതിയാണുള്ളത്. ഞാൻ ഉറക്ക മുനിസിപ്പൽ ഭരണാധികാരികളോടും വോട്ട് ചോദിക്കാൻ വരുന്നവരോടും ചോദിക്കും, അല്ല, ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റി വികസനത്തിന് എന്ത് മാസ്റ്റർ പ്ലാനാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്? നടപ്പിലായാലും ഇല്ലെങ്കിലും കേരളത്തിലെ എല്ലാ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികൾക്കും 2035 അല്ലെങ്കിൽ 2050 ആ വർഷമാകുമ്പോഴത്തേക്കും ഈ സംസ്ഥാനത്തിലെ മുനിസിപ്പാലിറ്റികൾ വരുത്തേണ്ട മാർഗങ്ങളെ കുറിച്ച് എക്സ്പേർട്ടുകൾ, വിദഗ്ധന്മാർ, ഉദ്യോഗസ്ഥന്മാർ, ഭരണാധികാരികൾ, ഈ നാട്ടിലെ വ്യാപാരികൾ, വ്യവസായികൾ, എഞ്ചിനീയർമാർ, റെസിഡൻസ് അസോസിയേഷന്റെ നേതാക്കന്മാർ, ഇവരെയൊക്കെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് അത് പ്രായോഗികമാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളെങ്കിലും നടപ്പിലാക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, എന്ത് മാസ്റ്റർ പ്ലാനാണ് 55 കൊല്ലം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച
ആളുകൾ ഈ പഞ്ചായത്തിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത്? പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു മൂത്രപ്പര പോലുമില്ല എന്ന് പറയുമ്പോ അവിടെ വരുന്ന ജീവനക്കാർക്ക്, യാത്രക്കാരികൾക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ തടസ്സമായിട്ടുള്ളത്? മറ്റുള്ള നഗരങ്ങളൊക്കെ ഹൈമാസ് ലൈറ്റുകൾ വെച്ച് വെള്ളി വെളിച്ചം വിതറുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കടകളിലുള്ള ലൈറ്റ് രാത്രി 10 മണിക്ക് ഓഫായാൽ തലശ്ശേരി നഗരം അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലല്ലേ? വഴികളുടെ ദുർഘടാവസ്ഥ. അതുകൊണ്ട് ഏറ്റവും ഇക്കാലത്താണ് ബുദ്ധിമുട്ടുന്നത്. ഞാൻ വരുമ്പോ തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന നല്ല ഒരു റോഡ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അത് JCB വെച്ച് പൊട്ടിപ്പൊളിക്കുമ്പോ ഞാൻ എന്റെ കൂടെയുള്ളവരോട് ചോദിച്ചു, അല്ല ആ റോഡ് എന്നെക്കാളും ഒക്കെ നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നില്ല, എന്ത് കുറ്റത്തിനാണ് ഈ റോഡ് മാന്തിപ്പൊളിക്കുന്നത്? എത്ര കോടി രൂപ നിലവഴിച്ചിട്ടാണ് നിങ്ങൾ ഈ കട്ട പാകിയിരിക്കുന്നത്? ആ കട്ടയ്ക്ക് ഒന്നിന് പോലും കേടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. എന്റെ ഓർമ്മയിൽ ഇന്നും ആ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലേ? സ്വകാര്യമായി എന്നോട് ചിലർ പറഞ്ഞത്, ഈ തുക ഇവിടെ മാത്രമേ ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ, പൊളിച്ച് പകുതി
ആരെങ്കിലും കഴിഞ്ഞ 10-12 വർഷമായിട്ട് തലശ്ശേരിയിൽ അവരെ കാണാറുണ്ടോ? നമ്മുടെ വീടുകളിലും കടകളുടെ പുറകിലും നടന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ, ചെരുപ്പ്, പൊട്ടിയ കസേര, അടുക്കള പാത്രങ്ങൾ, ഇരുമ്പ് പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കൂടകൾ, ഇതൊക്കെ പെറുക്കി നടന്ന ഒരു വർഗമുണ്ടായിരുന്നു. നമ്മൾ അവരെ നോക്കി പരിഹസിച്ചു, പുച്ഛിച്ചു, അണ്ണാച്ചികളെന്ന് വിളിച്ചു. അവർ കുളിക്കാറില്ല, കറുത്ത തൊലിയുള്ളവരാണ് എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു. കുപ്പ പെറുക്കി നടക്കുന്നവർ. അവരിൽ തന്നെ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു, ഏറ്റവും അപകടകരമായ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ. ചളിയും വിയർപ്പും കുഴഞ്ഞ് സൂര്യതാപത്തിൽ വിയർത്തൊഴുകി നിങ്ങളുടെയും എന്റെയും വീട്ടിലെ സ്വീകരണ മുറിയിലെ ലാൻഡ് ഫോണുകൾക്ക് വേണ്ടി കുഴിയെടുത്തവൻ, നിങ്ങളുടെയും എന്റെയും വീട്ടില് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടാൻ അവിടെ ശരീരത്തിലൂടെ വിയർത്തൊഴുകുന്നതിൽ തൂമ്പയിൽ നിന്നും ഇറ്റ് വീഴുന്ന മൺതരികൾ വീഴുമ്പോൾ ചളി നിറവായിട്ട് ചളിയും വിയർപ്പും കുഴഞ്ഞ് ദുർഗന്ധമുള്ള ഒരാളായിട്ട് ചിലരെങ്കിലും അപഹസിച്ചു. മൂന്നാമതൊരു മേഖല, കോറി മേഖലയില് പാറ പൊട്ടിക്കുന്നതിന് അച്ഛനും അമ്മയും മക്കളും ചേർന്ന് അവരൊന്ന് സ്കൂളിൽ പോവാതെ കോറി മേഖലകളിൽ, പാറ പൊട്ടിക്കുന്ന മേഖലകളിൽ അവർ പണിയെടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് എത്ര പേരുണ്ട് അവർ തലശ്ശേരിയിൽ പുതുതായിട്ട്? കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നവരാണല്ലോ നിങ്ങളിൽ പലരും. എവിടെ പോയി ഇവരെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളുടെ ടെലിഫോൺ കേബിളിന് കുഴിയെടുക്കാൻ, ജലജീവൻ മിഷന് കുഴിയെടുക്കാൻ, റോഡ് കീറാൻ, പാറ പൊട്ടിക്കാൻ, കുപ്പ പെറുക്കാൻ, പ്ലാസ്റ്റിക് ശേഖരിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് വന്ന തമിഴർ എവിടെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളവരെ കളിയാക്കി, വിവരമില്ലാത്തവൻ, സ്കൂളിൽ പോകാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, കുളിക്കാത്തവൻ. അവൻ നമ്മളെക്കാൾ ബുദ്ധിമാനായിരുന്നു. അവന്റെ നാട്ടിലെ സർക്കാരുകൾ അവൻ വോട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, തലശ്ശേരിയിലെ പച്ചക്കറി പീടികയിലെ തുടുത്ത തക്കാളി പഴം നിറച്ചു വെക്കുമ്പോൾ, ഉരുളക്കിഴങ്ങും ഉള്ളിയും ചെറിയുള്ളിയും വലിയുള്ളിയും വഴുതിനയും പച്ചക്കറികളും നിറച്ചു വെക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ തമിഴനും കർണാടകക്കാരനും തെലുങ്കനും. അവന്റെ നാട്ടിലെ സർക്കാരുകൾ അവന്റെ കൃഷിഭൂമിയിൽ കൃഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. സൗജന്യമായി കുഴൽക്കിണറുകൾ കുഴിച്ചു കൊടുത്തു. കൃഷിഭൂമിയിലെ വൈദ്യുതി കണക്ഷൻ ഫ്രീ. പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി തമിഴ്നാടിന്റെ കൃഷിഭൂമിയിൽ കൃഷി സമ്പന്നമാക്കി. അവൻ ഓരോ വിയർപ്പ് തുള്ളിയും 100ന്റെ നോട്ടുകളായി തിരിച്ച് കീശയിലേക്ക് ഇട്ടു. നല്ല ഭക്ഷണം അവൻ കഴിച്ചു. ഇന്ന് നമ്മൾ വിലപിക്കും, കേരളത്തിന്റെ വിപണി ലക്ഷ്യമിട്ട് അവൻ കൊണ്ടുവരുന്ന വിഷക്കനികൾ അത് അംഗീകരിക്കാവുന്നതിന്റെ അപ്പുറം അവൻ കേരളത്തിലേക്ക് ഉപയോഗിക്കുന്ന ഈ പരാതി നമ്മൾ പറയും. അത് വാങ്ങി കഴിക്കുകയല്ലാതെ നമുക്ക് എന്ത് ഗത്യന്തരമാണുള്ളത്? പച്ചക്കറി വേണ്ട, ഒരു ഓംലെറ്റ് അടിക്കാൻ തീരുമാനിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും വരാത്ത കോഴിമുട്ടയെ അടിക്കുന്ന സ്വപ്നം കാണാൻ സാധിക്കുമോ? മകളുടെ വിവാഹത്തിന്, സൽക്കാരത്തിന് തലശ്ശേരിയിലെ ഹോട്ടലുകളിൽ ബിരിയാണി വെക്കാൻ തമിഴൻ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിയിറച്ചി അല്ലാതെ എന്താണ് നമുക്ക് കഴിക്കാനുള്ളത്? മകളുടെ വിവാഹത്തിന് ഭാര്യയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും തലയിൽ മുല്ലപ്പൂ ചൂടാൻ തീരുമാനിച്ചാൽ എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? ഓണത്തിന് പോലും ഓണപ്പൂക്കളം ഒരുക്കാൻ ആരാണ് നമുക്ക് ഈ സൗകര്യം ഒരുക്കുന്നത്? നിങ്ങളുടെയും എന്റെയും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മലയാളികൾ കേരളത്തിലേക്ക് ഒഴുക്കിവിട്ട കോടാനുകോടി രൂപ കണക്ക് ഞാൻ പറയാം. 1985 മുതൽ 90 വരെയുള്ള കേരള സർക്കാരിന്റെ കണക്ക് പറയുന്നത് കേരളത്തിലെ പൊതുഖജനാവിലേക്ക് മൊത്തം നികുതി വരുമാനത്തെക്കാൾ തുക കേരളത്തിലെ ഗൾഫ് മലയാളികൾ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കാം, 1980കളിൽ
കേരളത്തിലെ സർക്കാരിന്റെ ഖജനാവിലേക്ക് മലയാളികൾ ഇട്ടുകൊടുത്ത പണത്തേക്കാൾ കൂടിയ തുകയാണ് ആ വർഷങ്ങളിൽ മലയാളികൾ കേരളത്തിലേക്ക്, ഗൾഫ് മലയാളികൾ വിദേശ പണമായി കേരളത്തിലേക്ക് അയച്ചു കൊടുത്തത്. കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഗൾഫിൽ പോയി ചോര നീരാക്കി ഉറ്റവരെയും ഉടയവരെയും ഭാര്യയെയും മക്കളെയും നാട്ടിൽ തനിച്ചാക്കി ഗൾഫിലേക്ക് പോയ ആ മലയാളികൾ കേരളത്തിലേക്ക് അയച്ചു കൊടുത്ത കോടാനുകോടി രൂപ എവിടെയാണ് നമ്മൾ ചെലവഴിച്ചത്? ഏതെങ്കിലും ഒരു വ്യവസായിക്ക് കേരളത്തിൽ ഒരു വ്യവസായശാല തുടങ്ങാൻ സാധിക്കുമോ? ഞാൻ തലശ്ശേരി വന്നാണ് സംസാരിക്കുന്നത്. ഞാൻ അധിക പ്രസംഗം പറയില്ല. ആന്തൂറിലെ അനുഭവം മുതൽ കേരളത്തിൽ ആട്ടി ഓടിക്കപ്പെടുന്ന ഓരോ വ്യവസായിയും ബാങ്കിൽ നിന്നും പണമെടുത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാരന് പണി കിട്ടിയാൽ ആ പണം കേരളത്തിൽ ചെലവഴിക്കാമല്ലോ എന്ന് കരുതേണ്ടതിന് പകരം അത് ആട്ടിപ്പായിച്ച് അവനെ കേരളം അകറ്റുകയായിരുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി കൊടുത്തിരുന്ന നമുക്കറിയാം കിറ്റക്സ് കമ്പനി കേരളം വിടാൻ കണ്ണീരോടെയാണ് അത്രേ അദ്ദേഹം തീരുമാനമെടുത്തത്. നിങ്ങൾക്കറിയുമോ, അദ്ദേഹത്തെ സ്വകാര്യ വിമാനം അയച്ച് വീട്ടിൽ നിന്നും ആന്ധ്രയിലേക്ക് കടത്തിക്കൊണ്ടുപോയി ആന്ധ്രയിൽ വ്യവസായം തുടങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്ത്, ആന്ധ്രയിലെ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുത്ത്, ആന്ധ്രയിലെ നിയമങ്ങൾ അവർക്ക് വേണ്ടി സഹായിപ്പിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ആന്ധ്രയിൽ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് ആന്ധ്രാപ്രദേശിലെ തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്നു. അതിന്റെ പരിസര തോട്ടോ തൊഴിലാളികളായിട്ട് നിരവധി പേർക്ക് ജോലി കിട്ടുന്നു. അവിടുത്തെ തൊഴിലാളികൾക്ക് ചായക്കട നടത്തി, തട്ടുകടകൾ നടത്തിയിട്ട് അവർ പണമുണ്ടാക്കുന്നു, നല്ല ഹോട്ടലുകൾ നിർമ്മിക്കുന്നു. ഒരു വ്യവസായം വന്നാൽ ഇത് മാത്രമാണോ? കോടിക്കണക്കിന് രൂപയാണ് അത്ര അവരുടെ ഖജനാവിലേക്ക് വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറ്റവും അവസാനം കേരളത്തിന് കടമില്ല, കേരളത്തിന് പണമില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരെ നോക്കി എന്റെ ഒരു കേരളത്തിന്റെ പുറത്തുള്ള സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാഷേ, കണ്ടു പഠിക്കണം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കേരളത്തിലെ സഖാക്കൾ, തമിഴ്നാടിനെ കണ്ടു പഠിക്കണം. നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BMW കാർ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാടാണ്. 1 കോടി രൂപ വിലയും 25 ലക്ഷം മുതൽ 1 കോടി രൂപ വിലയൊക്കെ വിലയുള്ള BMW കാറുകളാണ് അങ്ങ് തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത്. 28% ഒരു ലക്ഷറി കാറിന്റെ നികുതി എന്ന് പറയുന്നത്. 1 കോടി രൂപയുടെ കാറ് തമിഴ്നാട്ടിൽ വിറ്റാൽ 28 ലക്ഷം രൂപ തമിഴ്നാട്ടിലെ ഖജനാവിലേക്ക് നികുതിയായി കിട്ടും. ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോണുകൾ കയറ്റി അയക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ഒരു ആപ്പിൾ ഫോൺ 50,000 രൂപ വരെ വിലയുള്ള, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിലയുള്ള ഒരു ആപ്പിൾ ഫോൺ തമിഴ്നാട്ടിൽ നിന്നും പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ 28%, 18% മുതൽ 28% വരെ നികുതിയായിട്ട് തമിഴ്നാടിന്റെ ഖജനാവിലേക്ക് വരും. തമിഴ്നാട്ടിലെ ഖജനാവ് കുവിഞ്ഞുകൂടും. കേരളത്തിൽ വരുമാനം കുറയാനുള്ള കാരണം കേരളത്തിൽ വ്യവസായങ്ങളില്ല, കേരളത്തിൽ വ്യാപാരങ്ങളേ ഉള്ളൂ. വ്യാപാരം കൊണ്ട് സംസ്ഥാനം പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഗൾഫിൽ നിന്നും എത്തിയ മലയാളികളായിരുന്നു കേരളത്തെ പിടിച്ചു നിർത്തിയത്. ഇന്ന് ആ പണത്തിന്റെ സ്രോതസ് അടഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മറ്റൊന്ന്, കേരളത്തിലെ കഷ്ടപ്പെട്ട് നിങ്ങളും ഞാനും ഉണ്ടാക്കുന്ന പണം കൂലിയായിട്ട് കേരളത്തിലെ തൊഴിലാളിക്ക് കിട്ടിയാൽ അവൻ വൈകുന്നേരം തലശ്ശേരി അങ്ങാടിയിൽ വന്ന് സാധനം വാങ്ങുമ്പോൾ ആ പണം കേരളത്തിന് കിട്ടുമായിരുന്നു. നാട്ടിലെ തൊഴിലാളികൾ മുഴുവൻ ബംഗാളികളാണ്. നിങ്ങൾ ശനിയാഴ്ച കേരളത്തിലെ ദേശസാൽകൃത ബാങ്കുകളിൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. അവിടുത്തെ മണി വൈൻഡിങ് മെഷീനുകളിൽ അങ്ങ് ബംഗാളിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒറീസയിലേക്കോ പണം അയക്കാൻ ക്യൂ നിൽക്കുന്ന ബംഗാളികൾ. നിങ്ങളും ഞാനും ഉണ്ടാക്കി കൂലിയായി കൊടുക്കുന്ന പണം കേരളത്തിൽ നിന്നും ബംഗാളിലേക്ക് ഒഴുകുന്നു. ഗൾഫിൽ നിന്നും എത്തിയ പണത്തിന്റെ സ്രോതസ് അടഞ്ഞിരിക്കുന്നു. അഴിമതി സാർവത്രികമായിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ അസ്തമിച്ചിരിക്കുന്നു. ഇതല്ലേ ഈ കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം? കേരളത്തിന്റെ പുറത്തോ
അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാർത്തകളാണ് അത്രയും ലോകം മുഴുവൻ കാണുന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ പാടാൻ പോയാൽ, തലശ്ശേരിയിലെ വടക്ക് കിഴക്കൻ മേഖലകളിൽ മിഷണറി പ്രവർത്തനത്തിന് പോയ അച്ഛന്മാരും കന്യാസ്ത്രീകളും ചോദിച്ചാൽ അവർ പറയും ലോകോത്തര വികസനങ്ങളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉയരുന്നു. റോഡുകളിൽ പോലും വിമാനമിറങ്ങാനുള്ള സാങ്കേതികത വളർത്തിയിരിക്കുന്നു. ചൊവ്വയിലേക്കും അങ്ങ് ചന്ദ്രനിലേക്കും പോലും ആധുനിക യുദ്ധോപകരണങ്ങളും ആധുനിക സംവിധാനങ്ങളും ഒരുക്കുന്നു. ആഗോളതലത്തിൽ ഇരുട്ടിൽ കാഴ്ചയുള്ള യുദ്ധ സാമഗ്രികൾ ഇന്ത്യ നിർമ്മിച്ചു നൽകുന്നു. ഏറ്റവും അവസാനത്തെ യുദ്ധരംഗത്ത് പോലും ഭാരതത്തിന്റെ ഉപകരണങ്ങൾക്കും മെയ്ക്ക് ഇൻ ഇന്ത്യയിലെ ഉപകരണങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കുകയാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ 10 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമായിരുന്നു ആ റെയിൽവേ സ്റ്റേഷനിലൂടെ ചൂളം വിളിച്ചു പണ്ട് ജപ്പാനിലും ജർമ്മനിയിലും അമേരിക്കയിലും മാത്രം കണ്ട് നമ്മൾ തഴമ്പിച്ചത് കേട്ട് വായിച്ചിന്റെ വസ്തുക്കൾ മെയ്ക്ക് ഇൻ ഇന്ത്യയിലൂടെ നമ്മുടെ കൊച്ചു മണ്ണിലും എത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വിസ്മയകരമായ ഊതിപ്പെഴിപ്പിച്ച വാർത്തകളല്ല. നിങ്ങൾ ഓരോരുത്തരും കൺമുമ്പിൽ കാണുന്ന വസ്തുതകളാണ് ഞാൻ ഇത്രയും നേരം ചൂണ്ടിക്കാണിച്ചത്. എവിടെയാണ് മലയാളിക്ക് പിശകിയത്? എവിടെയാണ് മലയാളിക്ക് തെറ്റിയത്? എവിടെയാണ് തലശ്ശേരിക്കാർക്ക് പിഴച്ചത്? ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം. ലോകത്തെവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച് നന്നാക്കിയ ഒരു പ്രദേശം നിങ്ങൾ പറയുമോ? വളരെ സിമ്പിളാണ് എന്റെ ചോദ്യം. ലോകത്തെവിടെയെങ്കിലും ഇത്തരമൊരു പരിഷ്കാരം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? എവിടെയെങ്കിലും ഈ പാർട്ടി ഭരിച്ച് നന്നാക്കിയിട്ടുണ്ടോ? സോവിയറ്റ് റഷ്യ, തായ്ലൻഡ്, ക്യൂബ, വിയറ്റ്നാം, ഏത് രാജ്യത്താണ് ഈ പാർട്ടി ഭരിച്ച് നന്നാക്കിയത്? 26 കൊല്ലം ഭരിച്ച ബംഗാൾ ഇന്ന് എവിടെ നിൽക്കുന്നു? 36 കൊല്ലം ഭരിച്ച ബംഗാൾ എവിടെ നിൽക്കുന്നു? 24 കൊല്ലം ഭരിച്ച് അവസാനിപ്പിച്ച ത്രിപുര എവിടെ നിൽക്കുന്നു? ഈ കേരളമോ? ഒരു തരത്തിലുള്ള അവികസിതാവസ്ഥയുമായി ഇന്ന് കേരളം മുന്നോട്ട് നീങ്ങുകയാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഞാൻ വെളിപ്പെടുത്തുന്നത്, തലശ്ശേരി വളരണം. ഇന്ത്യയുടെ വികസിത ഭാരതത്തോടൊപ്പം ഒരു വികസിത കേരളം ഉണ്ടാകണം. വികസിത കേരളം സാക്ഷാത്കരിക്കണമെങ്കിൽ കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും വോട്ടറായിട്ടുള്ള ഓരോ പൗരന്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ മാറണം. നികുതി ഒടുക്കുന്നവന് അതിൽ നിന്നും സേവനങ്ങൾ തിരിച്ചു കിട്ടാനുള്ള അവകാശങ്ങൾ ഉണ്ടാകണം. ഭരണത്തിലേറിയവൻ ജനസേവനത്തിൽ മുഴുകണം. പൊതുഖജനാവിലെ പണം കൊള്ള ചെയ്തു പോവാൻ പാടില്ല. നാട്ടിൽ വ്യവസായവും വികസനവും ഒരുമിച്ച് പോകണം. സമ്പന്നമാകുന്ന ഒരു കേരളം കെട്ടിപ്പടുക്കണം. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേരളത്തിൽ അന്യമാകുന്നുവെങ്കിൽ, മറ്റു പ്രദേശങ്ങളിൽ അതൊക്കെ ലഭ്യമാകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും മാറേണ്ടത് നമ്മുടെ മനസ്സല്ലേ? മാറി ചിന്തിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയമല്ലേ? ഇന്ത്യ മുഴുക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലോകോത്തര വികസനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ രാഷ്ട്രീയമായി പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന, അക്ഷരാഭ്യാസത്തിൽ കൂടുതൽ വികസിച്ചു എന്ന് അഹങ്കരിക്കുന്ന, ഫിസിക്കൽ മാനേജ്മെന്റ് രംഗത്ത് ബൗദ്ധിക തലത്തിൽ ഉയർന്നവരെന്ന് അഭിമാനിക്കുന്ന കൊച്ചു കേരളത്തിന് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഏതായാലും നമ്മുടെ തൊട്ടു മുമ്പിൽ ഇതാ ഒരു വികസിത കേരളത്തിന്റെ, വികസിത തലശ്ശേരിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു മുഹൂർത്തം സമാഗതമായിരിക്കുന്നു. ഞാൻ എന്റെ രാഷ്ട്രീയമായ ഒരുപക്ഷെ എന്റെ വാക്കുകൾ ചിലരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതിൽ ചെയ്യാതെ എനിക്ക് തരമില്ല എന്നാണ് എന്റെ ഉത്തരം. കാരണം എന്റെ വരും തലമുറ ജീവിക്കേണ്ട മണ്ണാണിത്. എന്റെ കുഞ്ഞുങ്ങൾ കേരളം വിട്ട് ഓടിപ്പോകുന്നുവെങ്കിൽ, കേരളത്തിലെ സർവകലാശാലയിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുവെങ്കിൽ, കേരളത്തിൽ വ്യവസായം തൊഴിൽ ലഭിക്കാതെ ചെറുപ്പക്കാർ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും വിദേശത്തേക്കും പറക്കുന്നുവെങ്കിൽ അവർ തിരിച്ച് കേരളത്തിലേക്ക് വരണ്ടേ? പഴയ സമ്പന്നമായ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും തൊഴിൽ രംഗവും നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? നമ്മുടെ കുട്ടികൾ കേരളത്തിൽ, പുതിയ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണ്ടേ? ലോകത്തിലെ ഏറ്റവും ബൗദ്ധിക നിലവാരമുള്ള കേരളത്തിലെ തലച്ചോറിന് ഉടമകളായ കുട്ടികൾ കേരളത്തിലേക്ക് തിരിച്ചു വരണ്ടേ? അവരെവിടെ എത്തിക്കണ്ടേ?
സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുറച്ച് തയ്യാറെടുക്കാനുള്ള ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ മാസം അടുത്ത മാസം 11-ാം തീയതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. 9ഉം 11ഉമായിട്ട് നികസിതമായി കൃത്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കും. വികസിത തലശ്ശേരി നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ തലശ്ശേരിയിലെ വോട്ടർമാരുടെ പോരായ്മകളാണ്, തലശ്ശേരിയിലെ വോട്ടർമാരുടെ ചിന്തയിലുണ്ടായിരുന്ന അപാകതകളാണ്. വേണ്ടേ നമുക്കൊരു മാറ്റം? മാറണ്ടേ തലശ്ശേരി? ഇന്ത്യ മുഴുക്കെ മാറുന്നുവെങ്കിൽ, 36 കൊല്ലത്തെ ബംഗാളിന് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, 24 കൊല്ലത്തെ ത്രിപുരയിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം വീണിട്ടുണ്ടെങ്കിൽ, ഭാരതമാസകലം ലോകോത്തര വികസനത്തിന്റെ നാൾവഴികളിലൂടെ ലോകം അസൂയയോടെ കാണുന്നുവെങ്കിൽ ആ വികസനവും തലശ്ശേരിയിൽ എത്തിക്കണം. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് തലശ്ശേരിയിൽ എത്തുന്നതിന്റെ പുറകിലുള്ള രാഷ്ട്രീയമെന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറയുന്നത് ഒരു വികസിത തലശ്ശേരി സ്വപ്നം കാണാനും ഒരു വികസിത തലശ്ശേരിക്കുള്ള അടിത്തറ പാകുവാനും വേണ്ടിയാണ്. ആ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർവോധ്യരായ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ, ഒരു വികസിത തലശ്ശേരിക്ക് വേണ്ടി നമുക്കും ഒത്തൊരുമിച്ച് പോരാടാം. അതിനുള്ള പ്രയാണത്തിലുള്ള ആദ്യപടിയായി ഈ സമ്മേളനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം, വന്ദേ മാതരം. വികസിത തലശ്ശേരിയുടെ പ്രഖ്യാപന സംഗമനത്തിൽ നമ്മളോട് സംസാരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന സമിതി അംഗം ശ്രീ അഡ്വക്കേറ്റ് ബി രത്നാകരൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള പാർട്ടിയുടെ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ ബിജു ഏളക്കുഴി, പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന വക്താവ് ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, അതുപോലെ BDJS-ന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പൈലി വാത്യാട്ട് അവർകളെ, BDJS-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ മനീഷ് അവർകളെ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ പി സത്യപ്രകാശ്, ആദരണീയായ പാർട്ടിയുടെ വരിഷ്ഠ കാര്യകർത്താവ് AP പത്മിനി ടീച്ചർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഷിജിലാൽ, ശ്രീ MR സുരേഷ്, ശ്രീ ഷാജി മാസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബഹുമാന്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ, തലശ്ശേരി നഗരസഭ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി NDA മത്സരിക്കുന്നത് വെറുമൊരു മത്സരത്തിനല്ല. ഇത്തവണത്തെ മത്സരം ഭാരതീയ ജനതാ പാർട്ടി തലശ്ശേരി നഗരസഭയുടെ ഭരണം കൈയാളുന്നതിനാണ്. നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തലശ്ശേരി നഗരസഭയിൽ 8 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ടായിരുന്നു. അതിനു പുറമെ നഗരസഭയിലെ 19 വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്താണ്. 19ഉം 8ഉം കൂട്ടിയാൽ 27. തലശ്ശേരി നഗരസഭയുടെ ഭരണം കൈയാളാൻ ആവശ്യമുള്ളത് 27. ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വളരെ ഗൗരവപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ്. തലശ്ശേരി നഗരത്തെ സംബന്ധിച്ചിടത്തോളം 150-ലേറെ വർഷം പഴക്കമുള്ള ഒരു നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ 2 നഗരസഭകളിലൊന്നാണ് തലശ്ശേരി, മറ്റൊന്ന് പാലക്കാടാണ്. കേരളത്തിൽ അതിനുശേഷം ധാരാളം നഗരസഭകളും കോർപ്പറേഷനുകളും രൂപീകരിക്കപ്പെട്ടു. എന്നാൽ തലശ്ശേരി നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാലം അത്രയും തലശ്ശേരി നഗരസഭയിൽ ഭരിക്കുകയും തലശ്ശേരി നഗരസഭയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള ഇടത് വലത് മുന്നണികൾ ഉത്തരം പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്ന തലശ്ശേരി നഗരം, പൈതൃക നഗരമെന്നറിയപ്പെട്ടിരുന്ന, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തലശ്ശേരി നഗരം ദർശിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വർഷം തോറും വന്നുകൊണ്ടിരുന്ന ഒരു നഗരത്തെ ഇന്ന് സർവനാശത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ് കാരണമെന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. വളരെ മഹിതമായിട്ടുള്ള നിരവധി പാരമ്പര്യങ്ങളുള്ള ഒരു നഗരമാണ് തലശ്ശേരി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഹൈദരാലിയുടെ കാലം മുതൽ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലി
മലബാർ കീഴടക്കി കേരളത്തിൽ പടയോട്ടം നടത്തിയ കാലം മുതൽ, ഹൈദരാലിയുടെ കാലം മുതൽ തലശ്ശേരി ഭരണസിരാ കേന്ദ്രമായിരുന്നു. ആദ്യം പോർച്ചുഗീസുകാരും പിന്നെ ഡച്ചുകാരും ഫ്രഞ്ചും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ തലശ്ശേരി കേന്ദ്രീകരിച്ച് അവരുടെ വ്യാപാര ശൃംഖലകൾ കെട്ടിപ്പടുത്തപ്പോൾ ആ വിദേശ ശക്തികളുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു തലശ്ശേരി. ഹൈദരാലിയും ടിപ്പുവും കേരളത്തിൽ പടയോട്ടം നടത്തിയപ്പോൾ തലശ്ശേരിക്ക് ഒരു പ്രമുഖമായിട്ടുള്ള സ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെ ഭരണപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ പ്രവിശ്യയിൽ ഈ മലബാർ ചേർക്കപ്പെട്ട സമയത്ത് ഈ മലബാറിന്റെ തലസ്ഥാനം തലശ്ശേരിയായിരുന്നു. അങ്ങനെ ഭരണപരമായി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭരണ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ തലശ്ശേരിയുടെ പ്രാധാന്യം അത്രയേറെയാണ്. അതുപോലെ തന്നെയാണ് ലോകത്തെ വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാര പ്രമുഖരായിട്ടുള്ള ആളുകൾ, കമ്പനികൾ അങ്ങനെ വാണിജ്യ മേഖലയിൽ മലബാറിലെ കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി കുരുമുളകും ഏലവും മഞ്ഞളും ഒക്കെ അടങ്ങുന്ന കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ തലശ്ശേരി പ്രദേശം കേന്ദ്രമാക്കിക്കൊണ്ടാണ് അവരുടെ പാണ്ഡികശാലകൾ കെട്ടിയുയർത്തിയത്. അതുപോലെ വേറെയും മഹിതമായ നിരവധി പാരമ്പര്യങ്ങളുണ്ട് തലശ്ശേരിക്ക്. ആദ്യത്തെ പത്രവും ആദ്യത്തെ മാഗസീനും ആദ്യത്തെ നോവലും ആദ്യത്തെ ചെറുകഥയും ഒക്കെ ഉത്ഭവിച്ചത് ഈ തലശ്ശേരിയിൽ നിന്നാണ്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു പത്രം, ചന്ദ്രിക പത്രം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. കുമാരനാശാന്റെ, നമ്മുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സുസ്വാഗതം. രാജീവ് ജിക്ക് സ്വാഗതം, രാജീവ് ജിക്ക് സ്വാഗതം. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. ആഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം. രാജീവ് ജിക്ക് സ്വാഗതം, രാജീവ് ജിക്ക് സ്വാഗതം, രാജീവ് ജിക്ക് സ്വാഗതം, രാജീവ് ജിക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അദ്ദേഹം വേദിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കുകയാണ്. ഈ മഹിതമായിട്ടുള്ള ഭരണ പാരമ്പര്യവും വാണിജ്യ പാരമ്പര്യവും അതിനോർമ്മ സാഹിത്യരംഗത്തുള്ള പാരമ്പര്യവും സഞ്ജയൻ തുടങ്ങിയിട്ടുള്ള അനവധി സാഹിത്യ നായകന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള നഗരമാണ് തലശ്ശേരി. ആദ്യത്തെ മലയാള നിഘണ്ടുവും നിരവധി ഭാഷാ ഗ്രന്ഥങ്ങളും ഒക്കെ വളരെ പ്രശസ്തമായ അനേകം ഗ്രന്ഥങ്ങൾ തലശ്ശേരി നഗരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിനു പുറമെയാണ് കലയുടെ ഒരു കേദാരമാണ് തലശ്ശേരി. സർക്കസും കളരിയും ചിത്രകലയും ഒരു കാലത്ത് വളരെയേറെ തലശ്ശേരി കേന്ദ്രമാക്കിയിട്ട് വളർന്നിരുന്നു. അതിനും പുറമെയാണ് തലശ്ശേരിയുടെ ആഹാര പാരമ്പര്യം. ലോകപ്രശസ്തമായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണിയും കിണ്ണത്തപ്പവും ബെണ്ട്യ എന്ന് പറയുന്ന ഒരു പലഹാരവും അങ്ങനെ അനേകം മുട്ടമാല, കായ്പോള തുടങ്ങിയിട്ടുള്ള അനവധി ആഹാരങ്ങളുടെ പാരമ്പര്യവും തലശ്ശേരിക്കുണ്ട്. അങ്ങനെ മഹിതമായിട്ടുള്ള 5-6 പാരമ്പര്യങ്ങൾ ഒത്തൊരുമിച്ച് വരുന്ന മറ്റേത് നഗരമാണ് ലോകത്തുള്ളത്? അങ്ങനെ നോക്കിയാൽ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മഹിതമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു നഗരം, ആ നഗരത്തെ നാശോന്മുഖമാക്കിയതിന്റെ പങ്ക്, അതിന്റെ ഉത്തരവാദിത്വം ഇവിടെയുള്ള ഇടതു വലത് മുന്നണികൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മഹിത പാരമ്പര്യത്തെ പുനരാവിഷ്കരിച്ചുകൊണ്ട് വീണ്ടും തിരികെ കൊണ്ടുവന്നുകൊണ്ട് പഴമയുടെ പ്രതാപവും പുതുമയുടെ പ്രഭാവവും ചേർത്തുകൊണ്ട് ഈ നഗരത്തെ വീണ്ടും ഉയർത്താൻ ഒരു വികസന കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ സംഗമം ഒരുക്കിയിരിക്കുന്നത്. തലശ്ശേരി നഗരത്തിലെ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനും തലശ്ശേരി നഗരത്തെ സംബന്ധിച്ചുള്ള
ദർശനരേഖ അവതരിപ്പിച്ച് ഈ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നതിനും വേണ്ടി ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജിയെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വന്ദേ മാതരം. കുമാരി ശ്രീലക്ഷ്മി. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനീ പുല്ലകുസുമിത ദ്രുമദളശോഭിനീ സുഹാസിനി സുമധുരഭാഷിണീ സുഗതാംബരതാം മാതരം. വന്ദേ മാതരം. ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീഭരണീ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. സ്വാഗത പ്രസംഗം ശ്രീ കെ ലിജേഷ്, ഭാരതീയ ജനതാ പാർട്ടി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ്. എല്ലാവർക്കും നമസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളെല്ലാം തന്നെ തലശ്ശേരി നഗരസഭയുടെ യഥാർത്ഥ മുഖം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ രാജീവ് ജിയുടെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യനായ കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിജു എള്ളക്കുഴി അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംവദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സമാരാധ്യനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പമുള്ള പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് അവർകൾ അവരെയും സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവർകൾ അദ്ദേഹത്തെയും സ്നേഹാദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത് അവർകൾ അദ്ദേഹത്തെയും സ്നേഹാദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.
പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ എൻ ഹരിദാസ്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് വി രത്നാകരൻ അവർ ഉൾപ്പെടെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ, BDJS-ന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പൈലി വാദ്യാട്ട് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ കാര്യകർത്താക്കളെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ആരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഹരാർപ്പണം ചെയ്ത് സ്വീകരിക്കാൻ BJPയുടെ ആരാധ്യനായ കണ്ണൂർ സൗത്ത് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ ബിജു എലക്കുഴി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. തലശ്ശേരിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ K. ലിജേഷ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധ്യനായ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് അവർക്ക് ഹരാർപ്പണം ചെയ്ത് സ്വീകരിക്കാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിജു എലക്കുഴി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണം നടത്താൻ BJP കണ്ണൂർ സൗത്ത് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ ബിജു എലക്കുഴിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറെ ബഹുമാന്യായ ശ്രീ രാജീവ്ജി, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ്, സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, നമ്മുടെ ജില്ലയുടെ പ്രഭാരി, സംസ്ഥാനത്തെ മുഖ്യ വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തക സഹോദരന്മാരെ, തലശ്ശേരിയുടെ മണ്ണിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന തലശ്ശേരിയുടെ പ്രിയപ്പെട്ട പോരാളികളെ, ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നമസ്കാരം. വികസിത തലശ്ശേരിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് തലശ്ശേരിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ഒരു പൊതുസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് തലശ്ശേരി വികസനത്തിലേക്ക് എത്തേണ്ടതിനെ കുറിച്ച് ആമുഖ ഭാഷണം നടത്തിയ ജയചന്ദ്രൻ മാസ്റ്ററും BJPയുടെ സംസ്ഥാന സമിതി അംഗവും മുൻ നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള അഡ്വക്കേറ്റ് വി രത്നാകരനും അവர்களுം ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും തലശ്ശേരിയുടെ വികസനത്തിലേക്ക് കടക്കുന്നില്ല. ഏറെ ആഹ്ലാദത്തോടുകൂടിയാണ് നമ്മൾ ഈ വേദിയിലുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് നമ്മെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ, ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പരിവർത്തനത്തിന്റെ നായകനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. ജയ് ഭാരത്. വികസിത തലശ്ശേരി പ്രഖ്യാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വിചാരിച്ചു ബിജു ഒരു 20 മിനിറ്റ് സംസാരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം തുടക്കത്തിൽ ഞാൻ പാർട്ടിൻ്റെയും NDAൻ്റെയും സ്ഥാനാർത്ഥികളെ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പാർട്ടീൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ പറയുന്നു. അവർക്ക് എല്ലാവിധ ആശംസകൾ. അതിൻ്റെ ഒപ്പം അവരെ ജയിപ്പിക്കാൻ അധ്വാനിക്കുന്ന നമ്മളെ പ്രവർത്തകർക്ക്
പൊതുസമൂഹത്തിൽ നിന്ന് വന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഇരിക്കുന്നത് സ്ഥാനാർത്ഥി മാത്രമല്ല, തലശ്ശേരിന്റെ ഭാവി മാറ്റാൻ ഇറങ്ങിയ പ്രവർത്തകരാണ് BJP NDAന്റെ സ്ഥാനാർത്ഥികൾ. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഇന്ന് പറയുന്നു, ഇവിടെയും പറയുന്നു. പണ്ടുകാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെമി ഫൈനൽ, ഒരു ക്വാർട്ടർ ഫൈനൽ ആണ്. അതൊരു വലിയൊരു നിസ്സാരമായ ഇലക്ഷനാണ്. ശരിക്കും അസംബ്ലി ഇലക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ എന്നാണ് ഒരു ചിന്ത. അതായിരുന്നു ജനങ്ങളുടെ ഒരു രീതി, പാർട്ടികളുടെ ഒരു രീതി. ഞങ്ങൾ ആദ്യം മുതൽ കാണുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഏറ്റവും ഫൈനലായ ഒരു ഇലക്ഷനാണ്. കാരണം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്താണ്. റോഡ്, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ്, തെരുവുനായ ശല്യം, മാലിന്യം, ഇതെല്ലാം ഒരു സാധാരണ ജീവനത്തിന്റെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത് ഈ ഇലക്ഷൻ ഒരു ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ട് ഞങ്ങൾ കാണുന്നു. അത് ഒരു വശം. മറ്റേ വശത്ത് തലശ്ശേരിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനാണിത്. ജനങ്ങൾ തീരുമാനിക്കേണ്ടത് മാറി മാറി ഭരിച്ച UDFും LDFും വികസന ഇല്ലായ്മയും അഴിമതിയും കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ ഇത് തുടരണോ, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണോ? ഇത് തീരുമാനിക്കണം. ഈ ഇലക്ഷൻ അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ്. എല്ലാ 5 കൊല്ലം ഒരു ഇലക്ഷൻ സൈക്കിൾ. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ 5 കൊല്ലം ഒരു ഇലക്ഷൻ വരും. ഒരു സാധാരണ വോട്ടർ എന്ത് ചിന്തിച്ചിട്ടാണ് വോട്ട് തരുന്നത്, വോട്ട് കൊടുക്കുന്നത്? ഒരു വിശ്വാസം. ആ വോട്ട് കൊടുത്ത പാർട്ടി, ആ വോട്ട് കൊടുത്ത സ്ഥാനാർത്ഥി, ആ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും, ഒരു ചെറിയൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ അധ്വാനിക്കും, പ്രവർത്തിക്കും. ഇതാണ് നമ്മുടെ ഒരു ഡെമോക്രസി, ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു കോർ വാല്യൂ. പക്ഷേ എന്താണ് നടക്കുന്നത്? എത്രയോ കൊല്ലമായി ഭരിച്ചു, എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടുന്ന പാർട്ടികൾ ഭരിക്കുമ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടും 10 കൊല്ലം കഴിഞ്ഞിട്ടും 30 കൊല്ലം കഴിഞ്ഞിട്ടും തലശ്ശേരിയിൽ ഒരു മാറ്റോ ഒരു വികസനത്തിന്റെ ഒരു സൈനും ഇല്ല. ഞാനൊരു കണക്ക് ചെയ്തായിരുന്നു. ഇന്നലെ കോഴിക്കോടിൽ ഞാൻ ഒരു പൊതുസമൂഹത്തിൽ പറഞ്ഞൊരു കാര്യം ഇവിടെയും പറയുന്നു. തലശ്ശേരിയാണോ കോഴിക്കോടാണോ നടക്കുന്ന വികസനം, കുറച്ചെങ്കിലും വികസനം നടക്കുന്നുണ്ടെങ്കിൽ, റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ അമൃത പദ്ധതി, ഇതെല്ലാം 95% വരുന്നത് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. ഇതാണ് സത്യം. 5 കൊല്ലം കുത്തിയിരുന്ന് എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് ജനങ്ങളുടെ വിശ്വാസം നേടി, വോട്ട് നേടി, ഒരു കാര്യം ചെയ്യാണ്ട് പിന്നെ 5-ാമത്തെ കൊല്ലം വന്ന് പറയുന്നു പിന്നെ വോട്ട് തരൂ. ഇവിടെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് 2 മണിക്കൂർ എടുക്കും. അപ്പോ ആ ലെങ്ത്തിൽ ഞാൻ പോകുന്നില്ല. മാലിന്യം നടന്നോ? ശരിയായോ? ഇല്ല. റോഡുകൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു, ശരിയായോ? ഇല്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു, ശരിയായോ? ഇല്ല. കുടിവെള്ളം ഇന്നും ഈ ജില്ലയിൽ
2 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. എല്ലാം ശരിയായോ? ഇല്ല. തെരുവുനായ ശല്യം ശരിയായോ? ഇല്ല. പിന്നെ എന്ത് ശരിയായി? ശബരിമലയിൽ നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്തു. അത് അവർ ശരി ചെയ്തു. എക്സാലോജിക്കില് ആരോ കാശ് കൊടുത്തു, ഒരു പണി ചെയ്യാണ്ട് കാശ് കൊടുത്തു. അത് ശരിയായി. അപ്പോൾ ഈ മാറ്റമാണ് BJP പറഞ്ഞത്, BJP NDA പറഞ്ഞത്. ഇടതും മതിയായി, വലതും മതിയായി. ഈ തലശ്ശേരി ഏറ്റവും പഴയ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഈ ജില്ലയിൽ നിന്ന് 2 മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെ 10 കൊല്ലം 8 മന്ത്രിമാരായിരുന്നു കോൺഗ്രസ് നിന്ന് സെൻട്രൽ ക്യാബിനറ്റിൽ. എന്തെങ്കിലും ചെയ്തോ? അല്ല, ഒരു ഉദാഹരണം പറയണം. എന്നിട്ടും പറയുന്നു തുടരണം, എന്നിട്ടും പറയുന്നു വോട്ട് തരണം. അവർക്കറിയാം ശരിക്കും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് വോട്ട് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്താണ്ട് വോട്ട് ജനങ്ങൾ ചെയ്താൽ അവർക്ക് വോട്ട് കിട്ടില്ല. അതുകൊണ്ടല്ലേ പേടിപ്പിച്ച്, എന്താണ് ഗ്രാമപഞ്ചായത്തിന്റെ പേര്, 14 CPM കാൻഡിഡേറ്റ്സ് ആന്തൂർ ഗ്രാമപഞ്ചായത്തില്, മുനിസിപ്പാലിറ്റിയിൽ. ഇതാണോ ജനാധിപത്യ സംവിധാനം? ഓപ്പോസിഷൻ പാർട്ടീസിന്റെ കാൻഡിഡേറ്റ്സിനെ പേടിപ്പിച്ച് അവരെ കൊണ്ട് മത്സരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യിപ്പിക്കുന്നത് ഇത് ജനാധിപത്യമാണോ? നമ്മൾ 2025 ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? ഇത് ചൈനയാണോ? അപ്പോൾ ഇതെല്ലാം മാറ്റണം. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, മാറ്റം വേണം. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത് കാണിച്ച ഒരു കുതിച്ച ചാട്ടം, ഇന്ത്യന്റെ കുതിച്ച ചാട്ടം. ഇന്ത്യ മുമ്പോട്ട് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങൾ മുമ്പോട്ട് പോകുന്നു, അവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടുന്നു, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു, നിക്ഷേപം വരുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ നമ്മുടെ നാട് പിന്നോട്ട് പോകുന്നു. തലശ്ശേരി എന്ന ഏറ്റവും പഴക്കമുള്ള ഒരു മുനിസിപ്പാലിറ്റി ഇന്ന് ശരിക്കും ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും ഒരു കോർപ്പറേഷൻ ആയിട്ടില്ല. കോർപ്പറേഷൻ ആവേണ്ട ഒരു നഗരമല്ലേ? പക്ഷേ ഇതിന്റെ പിന്നിലെല്ലാം രാഷ്ട്രീയമാണ്. ഇവർക്ക് 100% 365 ദിവസം 24 മണിക്കൂർ രാഷ്ട്രീയം ചെയ്യണം, വികസനമല്ല. അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം, വികസിത തലശ്ശേരി. വികസനം വേണമെങ്കിൽ നല്ല ഭരണം വേണം. നല്ല ഭരണം വേണമെങ്കിൽ നല്ല ഭരണശൈലി വേണം. നല്ല ഭരണശൈലി നടപ്പിലാക്കാൻ നല്ല സ്ഥാനാർത്ഥി, നല്ല കൗൺസിലർമാർ വേണം. അതാണ് BJP NDA മുമ്പോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ ഭരണശൈലി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയമാണ്, വികസന രാഷ്ട്രീയമാണ്. ഞങ്ങൾ വിവാദത്തിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല. കോൺഗ്രസും LDFും UDFും LDFും മാറി മാറി ഭരിച്ചു, നാടിനെ നശിപ്പിച്ചു. ഇന്ന് കടമില്ലാണ്ട് ഈ നാടിന് മുമ്പോട്ട് പോവാൻ ഒരു ഇഞ്ച് പോവാൻ പറ്റുന്നില്ല. എലക്ഷന്റെ 4 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ക്ഷേമ പദ്ധതികൾ അവതരിപ്പിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് പറയുന്നു അതിനുവേണ്ടി കടമെടുക്കണമെന്ന്. ഇതാണോ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? ഒരു പഴയ തലമുറയ്ക്ക് ക്ഷേമ പദ്ധതി കൊടുക്കാൻ പുതിയ തലമുറയുടെ തലയിൽ വായ്പും കടം കെട്ടിവെച്ചിരിക്കുന്നത് അതാണോ രാഷ്ട്രീയം? അതാണോ വികസനം? അല്ല. ഇത് BJP NDAക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് ഈ കഴിവും ഈ താല്പര്യവും കാണിച്ചു കൊടുക്കുന്ന പാർട്ടി, കാണിച്ചു കൊടുത്ത പാർട്ടി BJP NDA ആണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളൊരു അഭ്യർത്ഥന, വികസിത തലശ്ശേരി സൃഷ്ടിക്കാൻ BJP NDAക്ക് ഒരു അവസരം തരൂ.
ഈ അവസരം ഞങ്ങൾക്ക് 5 കൊല്ലത്തിന് കിട്ടിയാൽ ഞങ്ങൾ വികസിത തലശ്ശേരി സൃഷ്ടിച്ച് തരും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. ആ വികസിത തലശ്ശേരി സൃഷ്ടിക്കുമ്പോൾ ഞങ്ങളൊരു 6 ഉറപ്പ് തരുന്നു. ഞാൻ ഇന്ന് അത് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഉറപ്പ്, ഞങ്ങൾ ഭരിച്ചാൽ, ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ 45 ദിവസത്തിൽ, ആദ്യത്തെ 45 ദിവസത്തിൽ 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾ മുമ്പിൽ വെക്കും. രണ്ടാമത്തത്, ഞങ്ങൾ അഴിമതി രഹിത ഭരണം ഉറപ്പായിട്ട് ഡിജിറ്റൽ ഭരണം ഞങ്ങൾ കൊണ്ടുവരും. മൂന്നാമത്തത്, വീട്ടുപടിക്കൽ ഭരണം വീട്ടുപടിക്കൽ. ഡിജിറ്റൽ വഴി കോർപ്പറേഷന്റെ ഓഫീസ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഒരു ആപ്പ് അല്ലെങ്കിൽ CSC സെന്ററിൽ പോയാൽ കോർപ്പറേഷന്റെ സർവീസ് നിങ്ങളെ വീട്ടിൽ വന്ന് അവർ ചെയ്യും. നാലാമത്തത്, എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ റിപ്പോർട്ട് കാർഡ് വെക്കും. ഞങ്ങൾ 12 മാസം എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ഇനി അടുത്ത 12 മാസം എന്ത് ചെയ്യാൻ പോകുന്നു. അഞ്ചാമത്തെ ഉറപ്പ്, ഓരോരോ പൈസ, നയാ പൈസ രൂപേന്റെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ വെക്കും. നിങ്ങളുടെ കാശും നിങ്ങളുടെ ടാക്സസ് ഞങ്ങൾ എങ്ങനെ ചെലവാക്കി. ആറാമത്തെ ഉറപ്പ്, എല്ലാ വാർഡിലും ഒരു CSCയും പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാവും. ഏഴാമത്തെ ഉറപ്പും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പ്, നരേന്ദ്രമോദിജിന്റെ എല്ലാ പദ്ധതികൾ 100% ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾ കൊടുക്കും, നടപ്പിലാക്കി കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ ഭരണശൈലി. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഞങ്ങൾ വിവാദത്തെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി NDA മുന്നണിയല്ല. ഞങ്ങൾ വികസന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, വികസന രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണ്. ഞങ്ങൾക്കൊരു അവസരം തരണം. എത്രയോ കൊല്ലമായിട്ട് ഈ വിവാദ രാഷ്ട്രീയവും, ഈ നുണ പറയുന്ന രാഷ്ട്രീയവും, വാഗ്ദാനം കൊടുത്ത് ഓടുന്ന രാഷ്ട്രീയവും, ഇതിൽ മാറ്റം കൊണ്ടുവരണം. നമ്മുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കണം. തലശ്ശേരിയിൽ നമ്മളെ കുട്ടികൾ താമസിച്ചിട്ട് ഇവിടെ അവർക്ക് അവസരം, ഇവിടെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം. നമ്മൾ കുട്ടികൾ പുറത്തു പോകാൻ പാടില്ല. ഇന്ന് എവിടെ നോക്കിയാലും കുട്ടികൾ ജോലിക്കും തൊഴിലിനും പഠിക്കാനും പുറത്തു പോകുന്നു. ഇത് ഒരു ഭരണത്തിന്റെ ഫെയിലിയറാണ്. ഇത് മാറ്റണം. ഇടതും മതിയായി, വലതും മതിയായി, ഇനി മാറാത്തത് ഇനി മാറും എന്നാണ് BJPന്റെ മുദ്രാവാക്യം. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്, ഇത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അവസാനം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, BJP NDAക്ക് വോട്ട് തരുക, ഞങ്ങളെ ജയിപ്പിക്കുക, ഞങ്ങളെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്റെ അഭ്യർത്ഥനയാണ്. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ആത്മാർത്ഥമായി ഞങ്ങൾ 5 കൊല്ലം അധ്വാനിച്ച് തലശ്ശേരിന്റെ ഒരു നല്ല ഭാവി സൃഷ്ടിച്ച് വികസിത തലശ്ശേരി ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം കൊടുത്ത് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. പഴയകാലത്തിന്റെ പ്രതാപവും പുതിയ കാലത്തിന്റെ പ്രഭാവവും ഇണക്കിച്ചേർത്ത് തലശ്ശേരിയെ ലോകഭൂപടത്തിൽ വീണ്ടും അടയാളപ്പെടുത്തുമെന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഈ വേദിയിൽ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷനും ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വികസിത തലശ്ശേരിയുടെ വികസന രേഖ മിഷൻ 25 പ്രകാശനം ചെയ്യുകയാണ്.
വികസന രേഖയുടെ പോയിന്റ്സ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ ലിജേഷ് അവർകൾ. നമസ്കാരം. തലശ്ശേരി നഗരസഭയിൽ പൊതുസമൂഹം അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന മാനിഫെസ്റ്റോ ആണ് ഇന്ന് നമ്മളിവിടെ പുറത്തിറങ്ങിയിട്ടുള്ളത്. തലശ്ശേരി നഗരസഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് മാലിന്യമുക്ത നഗരമാക്കുക എന്നുള്ളതാണ്. മാലിന്യമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ശുചീകരണ തൊഴിലാളികളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഓരോ വാർഡിലും പരിപൂർണ ശുചിത്വം ഉറപ്പാക്കുന്നതിനാവശ്യമായ സ്ഥിരം തൊഴിലാളികളെ നിയമിക്കുകയും ശുചീകരണ പ്രവൃത്തി കരാർ അടിസ്ഥാനത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യും. ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതോടൊപ്പം ഹരിതകർമ്മസേനയെ കൂടുതൽ വിപുലീകരിക്കും. ഓരോ വാർഡിലും MCF കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ജൈവ മാലിന്യങ്ങളിലൂടെ ഊർജോൽപാദന പദ്ധതി ആരംഭിക്കും. നഗരത്തിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തും. IT പ്രൊഫഷണൽസിനും വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്കും സൗകര്യപ്രദമായ വർക്ക് സ്പേസ് വിത്ത് ഇന്ററാക്ഷൻ സെന്റർ ആധുനിക സൗകര്യങ്ങളോടുകൂടി തലശ്ശേരി നഗരസഭ പരിധിയിൽ സ്ഥാപിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള എന്റർപ്രണേഴ്സ് എക്സിബിഷൻ സെന്റർ എല്ലാ വർഷവും തലശ്ശേരിയിൽ സംഘടിപ്പിക്കും. ആധുനിക സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെറുതും വലുതുമായ പരമാവധി IT കമ്പനികൾ തലശ്ശേരിയിൽ സ്ഥാപിക്കും. എല്ലാ 6 മാസവും തലശ്ശേരി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്ന മണ്ണായ തലശ്ശേരിയിൽ ലോക നിലവാരമുള്ള ലൈബ്രറി സ്ഥാപിക്കും. ക്രിക്കറ്റിന്റെ സ്വന്തം നാടായ തലശ്ശേരിയിൽ കായിക രംഗത്തെ എക്കാലത്തെയും സ്വപ്നമായ മൾട്ടി സ്പോർട്സ് ഡെവലപ്മെന്റ് അക്കാദമി സ്ഥാപിക്കും. തലായി കുഞ്ഞിക്കടപ്പുറം മുതൽ കോടതി വരെയുള്ള ദീർഘദൂര കടൽ തീരം വിനോദ കേന്ദ്രമായി ഉയർത്തും. അഡ്വഞ്ചറസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് ഫ്രണ്ട്ലി സ്പോർട്സ് ആരംഭിക്കും. IT പ്രൊഫഷണൽസ്, ഷെയർ മാർക്കറ്റ്, വർക്ക് അറ്റ് ഹോം, കോൾ സെന്റർ, ഓൺലൈൻ ട്രേഡിംഗ് ഉൾപ്പെടെ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും സൗഹൃദാന്തരം സൃഷ്ടിക്കുന്ന ഷോപ്പിംഗ് മോൾസ് സ്ഥാപിക്കും. ഭവനരഹിതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകും. സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് അനുവദിച്ചു നൽകും. കുടുംബശ്രീ ഷോപ്പിംഗ് സെന്റർ തലശ്ശേരി നഗരത്തിലെ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും നൈപുണ്യ വികസനത്തിനും സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാധിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഷോപ്പിംഗ് സെന്റർ ആരംഭിക്കും. ഒരു കുടുംബത്തിൽ ഒരു വനിതയ്ക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. ആധുനിക രീതിയിലുള്ള അറവുശാലയും മത്സ്യ മാർക്കറ്റും അറവ് മാലിന്യങ്ങളും മത്സ്യമാലിന്യവും സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉൾപ്പെടെയുള്ള ആധുനിക രീതിയിലുള്ള മത്സ്യവും മാംസവും വിപണനം ചെയ്യുന്ന കേന്ദ്രം ആരംഭിക്കും. തലശ്ശേരി നഗരത്തിലെ എല്ലാ കുടിവെള്ള പൈപ്പ് ലൈനും ഡ്രെയിനേജിൽ നിന്ന് മാറ്റി സ്ഥാപിക്കും. എല്ലാ കുടുംബത്തിലും സൗജന്യമായി കുടിവെള്ളം എത്തിക്കും. ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള അമൃത് ഭാരത് കുടിവെള്ള പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കും. ടാർ റോഡിൽ കൂടി കുടിവെള്ള പൈപ്പ് ലൈൻ പോകുന്ന രീതി പൂർണ്ണമായും ഇല്ലാതാകുകയും ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യും. പ്രാദേശിക കുടിവെള്ള പദ്ധതികളെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെടുത്തും. നഗരത്തിലെ പ്രധാന റോഡുകൾ വീതി കൂട്ടുന്നതോടൊപ്പം പോക്കറ്റ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കും. നഗരത്തിലെ സമീപ പ്രദേശങ്ങളായ മഞ്ഞോടി, ചിറക്കര, വീനസ്, സീതാർപള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നഗരസമാനമായി ഉയർത്തും. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാസ സ്ഥാപിക്കും. തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് നിലവാരത്തിലുള്ള സൗകര്യം ഏർപ്പെടുത്തും. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഉന്നത നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരും. നഗരസഭയിലെ മുഴുവൻ ജനങ്ങളെയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ ഉൾപ്പെടുത്തുകയും സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ നഗരസഭയായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ആയുർവേദ ആശുപത്രി, ഹോമിയോ ഡിസ്പെൻസറി എന്നിവ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി നവീകരിക്കും. ഗൃഹപരിചരണം, പാലിയേറ്റീവ് സെന്റർ 5 യൂണിറ്റുകൾ പുതുതായി ആരംഭിക്കും. കാർഷിക മേഖലയിൽ തലശ്ശേരി നഗരസഭയിലെ എല്ലാ കുടുംബങ്ങളിലും കിസാൻ സമ്മാൻ നിധി പൂർണ്ണമായും എത്തിക്കും. എല്ലാ കുടുംബങ്ങളിലും ടെറസ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ജൈവ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം ആരംഭിക്കും. കാർഷിക സംഘങ്ങൾ രൂപീകരിച്ച് വിത്തും വളവും സൗജന്യമായി വിതരണം ചെയ്യും. കാർഷിക വിളകൾ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തും. വാർഷിക പദ്ധതിയിൽ കാർഷിക പദ്ധതികൾക്ക് പ്രഥമ പരിഗണന നൽകും. നഗരസഭയിലുള്ള തരിശ് ഭൂമി പൂർണ്ണമായും ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കും. മത്സ്യമേഖലയിൽ
മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തോടൊപ്പം വിപണനത്തിലും പങ്കാളിത്തം ഉറപ്പുവരുത്തും. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് മത്സ്യസംഭരണ വിതരണ സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് ആവശ്യമായ ഘട്ടങ്ങളിൽ ഭക്ഷ്യധാന്യ കിറ്റ് സൗജന്യമായി നൽകും. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകും. കടൽക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പ്രത്യേക പദ്ധതി രൂപീകരിക്കും. 9 വയസ്സിന് താഴെയുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും സുകന്യ സമൃദ്ധി യോജനയിൽ ഉൾപ്പെടുത്തും. എല്ലാ വാർഡുകളിലും ആയോധന പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. വാർഡ് ക്ലസ്റ്റർ കേന്ദ്രീകരിച്ച് സ്ഥിരം യോഗ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. അംഗനവാടി കുട്ടികൾക്ക് പോഷകാഹാരം സൗജന്യമായി വിതരണം ചെയ്യും. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ മുലയൂട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കും. നഗരത്തിലെ അംഗനവാടികൾ നവീകരിക്കുന്നതോടൊപ്പം സ്വന്തമായ കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. വാർഡ് കേന്ദ്രീകരിച്ച് വയോജന വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിക്കും. വയോജനങ്ങൾക്ക് ആധുനിക സാങ്കേതിക വിദ്യാ പരിശീലനം നൽകും. 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ 30 ദിവസത്തിനകം തലശ്ശേരി നഗരസഭയിലുള്ള മുഴുവൻ ആളുകളിലേക്കും ഈ പദ്ധതി നടപ്പിലാക്കും. ഇതുൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ഈ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും തലശ്ശേരി നഗരസഭയിലുള്ള മുഴുവൻ വീടുകളിലും ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ മാനിഫെസ്റ്റോയുടെ കോപ്പി എത്തിക്കുന്നതായിരിക്കും. തലശ്ശേരി നഗരസഭ നേരിടുന്ന എല്ലാ വെല്ലുവിളികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ജനങ്ങൾ നൽകുകയാണ് എങ്കിൽ പൂർണ്ണമായും സാധ്യമാകും. നരേന്ദ്രമോദിജി ലോക നിലവാരത്തിലുള്ള രാജ്യത്തെ സ്വപ്നം കാണുന്ന സമയത്ത് ആ നിലവാരത്തിലേക്ക് തലശ്ശേരി നഗരസഭയെയും എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായും അതേ സ്വപ്നം തന്നെ നമ്മൾ ഓരോരുത്തരും കാണേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളോട് സംസാരിക്കാൻ ആരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ പി.കെ. കൃഷ്ണദാസ് അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷനും ബി.ജെ.പിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ ബിജു അളക്കുഴി, ബി.ജെ.പിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബി.ജെ.പി NDA നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും 53 സ്ഥാനാർത്ഥികളെ, സാരഥികളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. കൂടുതലൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആമുഖ പ്രസംഗത്തിലും അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമെല്ലാം ബി.ജെ.പിയും NDAയും ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്ന അജണ്ടകളെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ്, തലശ്ശേരി മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ്, അത് തലശ്ശേരിയുടെ തലവര മാറ്റുന്ന തെരഞ്ഞെടുപ്പായി മാറ്റാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏതാണ്ട് 189 വർഷം മുമ്പ് രൂപീകൃതമായ തലശ്ശേരി കൗൺസിൽ, പിന്നെ പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, പക്ഷെ ഇന്നും യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തലശ്ശേരിയിലെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകേണ്ടത്. കേവലം ഞാൻ 30 വർഷക്കാലം തലശ്ശേരി നഗരസഭ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കുന്നു, നിങ്ങൾ മഹാത്ഭുതങ്ങളൊന്നും കാണിക്കണ്ട, പക്ഷെ ഈ തലശ്ശേരിയിലെ മാലിന്യത്തിന് ശാസ്ത്രീയമായ പ്രായോഗികമായ ഒരു സംസ്കരണം അത് സാധ്യമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? 30 വർഷം കൊണ്ട് മാലിന്യ സംസ്കരണം പോലും നടത്താൻ സാധിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കും LDFനും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ നെൽക്കതിരടയാളത്തിലും ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമുണ്ട് എന്നുള്ളതാണ് NDA ചോദിക്കുന്നത്. എന്താ ഉള്ളത്? മാത്രമല്ല പ്രിയമുള്ളവർ, ഏതൊക്കെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് തെരുവ് നായ്ക്കളുടെ ശല്യം ഇന്ന് ദുരിതപൂർണമായി മാറിയിരിക്കുന്നത്. മാത്രമല്ല, കുടിവെള്ളത്തെക്കുറിച്ച് നേരെ സൂചിപ്പിച്ചു. ഇവിടെ മറ്റൊന്ന് അപകടകരമായ മറ്റൊരു സാഹചര്യം,
നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ശുദ്ധജല വിതരണത്തിനുള്ള പൈപ്പ് ഇവിടെ എവിടെ ഏത് വഴിയാണ് കടന്നു പോകുന്നത്? നമ്മുടെ ഹോട്ടലുകളിൽ നിന്നും മലിനജലം ഒഴുകിപ്പോകുന്ന ഓവുചാലിലൂടെയാണ് പ്രിയമുള്ളവരെ തലശ്ശേരി മുനിസിപ്പാലിറ്റി ശുദ്ധജലം വിതരണം ചെയ്യുന്ന പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ശുദ്ധജല വിതരണം ചെയ്യുന്ന പൈപ്പുകളിലേക്ക് മലിനജലം കടന്നു വരുന്നത് നിത്യസംഭവമായി മാറുകയാണ്. 30 കൊല്ലക്കാലം ഈ നഗരസഭ ഭരിച്ച LDF-നും CPM-നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ? എല്ലാ രംഗത്തും പരാജയപ്പെട്ടവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളത്തിലെ 10 വർഷക്കാലത്തെ ഭരണം മാത്രമല്ല, നഗരസഭ ഭരിക്കാൻ ജനങ്ങൾ അവസരം കൊടുത്തിട്ടും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ മഴ വന്നാൽ ഇവിടെ തലശ്ശേരി നഗരം ഒരു മഹാസമുദ്രമാണ്. ഞാൻ വ്യാപാരി വ്യവസായികളോടും ജനങ്ങളോടും ചോദിക്കുന്നു, ഒരു ചെറിയ മഴ വന്നാൽ എന്തുകൊണ്ടാണ് തലശ്ശേരി സമുദ്രമായി മാറുന്നത്? ശാസ്ത്രീയമായിട്ടുള്ള ഓവുചാൽ പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ സമുദ്രനിരപ്പും അതുപോലെ തന്നെ കരയുടെ ഉയരവും ഇതൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഓവുചാൽ പദ്ധതി ഈ തലശ്ശേരി നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഒരു ചെറുമഴയിൽ മാത്രമല്ല, പ്രളയം വന്നാലും തലശ്ശേരി നഗരം സാഗരമായി മാറില്ല. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ത് നാട്ടമാണ് ഈ നഗരസഭയിലെ ജനങ്ങളോട് പറയാനുള്ളത്, അവതരിപ്പിക്കാനുള്ളത്? ഇതിന് കോൺഗ്രസ് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. മറിച്ച് മാത്രമല്ല, ഈ 30 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ ഒന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ. അത് തീവട്ടിക്കൊള്ളയാണ്. എന്റെ മുന്നിൽ സ്റ്റേജിലും സദസ്സിലും ഞങ്ങളുടെ കൗൺസിലർമാരുണ്ട്. അവർ നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. അവർ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നഗരസഭയിലെ CPM-ന്റെ കൗൺസിലർമാരും ചെയർമാനും വൈസ് ചെയർമാനും എല്ലാവരും നടത്തിയ തീവട്ടിക്കൊള്ള ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ മാത്രമല്ല, അതിനെതിരായിട്ട് ഞങ്ങളെ കൗൺസിലർമാരും പ്രവർത്തകന്മാരും നിരന്തരമായ പ്രക്ഷോഭത്തിലാണ്. ഈ അവസരത്തിലാണ് വികസിത തലശ്ശേരി എന്ന ലക്ഷ്യവുമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം അഴിമതി മുക്ത ഭരണം എന്നുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് NDA ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. ഒരു കാര്യം ഉറപ്പാ, ഈ തലശ്ശേരിയിലെ ജനങ്ങൾക്ക് മാറ്റം വേണം എന്ന് ആഗ്രഹമുണ്ട്. LDF-നും UDF-നും എതിരായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുള്ള ജനവിധി എന്ന് LDF മനസ്സിലാക്കിയിട്ടുണ്ട്, UDF മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ നരേന്ദ്രമോദിയുടെ വികസനത്തോടൊപ്പം, നരേന്ദ്രമോദിയുടെ ജനക്ഷേമ ഭരണത്തോടൊപ്പം അണിചേരാൻ തയ്യാറാകും എന്ന വസ്തുത LDF-നും ബോധ്യപ്പെട്ടു, UDF-നും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴ് IND സഖ്യം നിലവിൽ വന്നിരിക്കുകയാണ്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള ഒരു അവിശുദ്ധ സഖ്യം ഈ മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ വന്നിട്ടുണ്ട്. LDF-ലെയും UDF-ലെയും ഘടകകക്ഷികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് CPM-ഉം കോൺഗ്രസും ചേർന്ന് ഒരു പുതിയ സഖ്യം ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. മറ്റൊരാരോപണം എന്താണെന്നറിയോ? ഈ സഖ്യം CPM-ഉം കോൺഗ്രസും ചേർന്നിട്ട് 25 സീറ്റിൽ സ്ഥാനാർത്ഥി നിർണയം സംയുക്തമായി നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഭാരതീയ ജനതാ പാർട്ടിയും NDA-യും അധികാരത്തിലേറാതിരിക്കാൻ വേണ്ടിയിട്ട്, വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPM-ഉം കോൺഗ്രസും സംയുക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. തെളിവുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലുണ്ട്. ഞങ്ങളത് പരസ്യപ്പെടുത്തും. അത് മഞ്ഞോടി വാർഡായാലും കുഞ്ഞാമ്പറമ്പ് വാർഡായാലും 8-ാം വാർഡായാലും 3-ാം വാർഡായാലും ഞങ്ങൾ എല്ലാ വാർഡിലും CPM BJP വിജയിക്കുന്നിടത്ത് CPM-ഉം കോൺഗ്രസും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് BJP-യുടെ വിജയത്തെ, NDA-യുടെ വിജയത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന അരങ്ങത്തും അണിയറയിലും നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രബുദ്ധരായ ജനത
ഈ കോൺഗ്രസും CPM-ഉം ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ സഖ്യത്തെ തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. BJP-യും NDA-യും ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനം ആഗ്രഹിക്കുന്ന തലശ്ശേരിയിലെ പൗരാവലി വോട്ടർമാർ തയ്യാറാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഒരവസരം BJP-ക്കും NDA-ക്കും നൽകാൻ ഈ തലശ്ശേരിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അതുകൊണ്ട് ഒരു പുതിയ ഭരണം, ഒരു പുതിയ രാഷ്ട്രീയം, അത് വികസനത്തിന്റെ രാഷ്ട്രീയം, അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വികസനവും ചർച്ചയാകും, വികസനം ചർച്ചയാകും, വിശ്വാസവും ചർച്ചയാകും. വിശ്വാസം ചർച്ചയാകും, വികസനം ചർച്ചയാകും. വിശ്വാസം എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം. ഈ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾക്ക് രക്ഷയില്ല എന്ന് മാത്രമല്ല, ഭഗവാൻ അയ്യപ്പന് പോലും രക്ഷയില്ലാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, 4.5 കിലോ സ്വർണമാണ്, അയ്യപ്പന്റെ സ്വർണമാണ്. ഉദ്യോഗസ്ഥന്മാരല്ല, CPM നേതൃത്വം ശബരിമലയിൽ മടിച്ചു മാറ്റിയത്. ആദ്യം പറഞ്ഞെന്താ, ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു അല്പസ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടത്. പിന്നെ പറഞ്ഞു 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു പോറ്റിയാണ് ഇതിന്റെയൊക്കെ കാരണക്കാരൻ. പക്ഷേ പോറ്റി അന്വേഷണം നീണ്ടുപോയപ്പോ പോറ്റിയെ പോറ്റി വളർത്തിയവർ ആരാണെന്ന് വെളിച്ചത്ത് വന്നു. പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാ? ആ 2 പേർ ഇപ്പൊ ജയിലിലുണ്ട്. ഒന്ന് വാസു, ഒന്ന് പത്മകുമാർ. ഈ 2 പേരും ആരാ? CPM-ന്റെ നേതാക്കന്മാരാ. CPM-ന്റെ നേതാക്കന്മാരാ. വാസുവും പത്മകുമാറും എന്ന CPM നേതാക്കന്മാർ ഈ 4.5 കിലോ സ്വർണം കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും പങ്കുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വാസവനും കടകംപള്ളിക്കും പങ്കുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിനും പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്. പ്രിയമുള്ളവരെ, വിഗ്രഹമോഷണത്തെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അമ്പലത്തിലെ കാണിക്കപ്പടം മോഷ്ടിച്ചതിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഭരണകക്ഷി, അതിന്റെ നേതൃത്വം ഭഗവാന്റെ ദൈവത്തിന്റെ പണവും പണ്ടവും മോഷ്ടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് കേരളത്തിലാണ്, അത് CPM ആണ്, അത് LDF ആണ്. ഈ മണ്ഡലകാലത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭഗവാൻ അയ്യപ്പനെയും ഈ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ചും അവർ വിസ്മരിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസം പ്രതിഫലിക്കും. കേരളത്തിലെ ഞങ്ങൾ പറയുന്നു, ക്രിസ്ത്യാനികളുടെ ആരാധനാലയം അവർ ഭരിക്കട്ടെ, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. മുസ്ലിങ്ങൾ ആരാധനാലയം മുസ്ലിം വിശ്വാസികൾ ഭരിക്കണം, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. പക്ഷെ ഹിന്ദുക്കളുടെ ആരാധനാലയം അത് ഹിന്ദുക്കളായ വിശ്വാസികളാണ് ഭരിക്കേണ്ടത്. അതിനവസരം കൊടുക്കാതെ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ തന്നെ കൊള്ളയടിക്കാനാണ് ഇന്ന് ഭരിക്കുന്ന CPM-ഉം ഇന്നലെ ഭരിച്ച കോൺഗ്രസും പരിശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, വികസനവും ചർച്ചയാകും. വികസനം കേരളത്തിലെ ജനങ്ങൾക്ക്, മലയാളികൾക്ക് വിലക്കപ്പെട്ട കനിയായി മാറിയിരിക്കുന്നു. ഇതാ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഒരവസരം നൽകിയാൽ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വികസനം നിങ്ങളെ വീട്ടുപടിക്കൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഗ്യാരണ്ടി രാജീവ് ചന്ദ്രശേഖർജിയുടെ ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അതുകൊണ്ട് വികസനത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന്റെ ഒരു പുതിയ വസന്തം ഈ കേരളത്തിലും തലശ്ശേരിയിലും സൃഷ്ടിക്കാൻ നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട വോട്ടുകള് BJP-ക്കും NDA-ക്കും അനുകൂലമായി രേഖപ്പെടുത്തി ഞങ്ങളുടെ 53 സാരഥികളെ, 53 സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ 53 സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു വരി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. LDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്.
LDFന്റെയും UDF സ്ഥാനാർത്ഥികളെക്കാൾ 100 മടങ്ങ് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാം, അവരെ ഒരു 5 പൈസയുടെ മോഷണം അവർ നടത്തില്ല എന്ന് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഒരു വികസിത തലശ്ശേരി അഴിമതിരഹിത ഭരണം സൃഷ്ടിക്കാൻ നിങ്ങളെല്ലാവരുടെയും വോട്ടവകാശം NDAക്ക് അനുകൂലമായി രേഖപ്പെടുത്തണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് തലശ്ശേരിയിൽ അത്തരമൊരു രാഷ്ട്രീയ വിപ്ലവം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. വികസിത തലശ്ശേരി പ്രഖ്യാപന സംഗമത്തിൽ തലശ്ശേരി നഗരസഭയിലേക്ക് ജനവിധി തേടുന്ന ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നെട്ടൂർ വാർഡിൽ നിന്നും ജനവിധി തേടുന്നു രജീഷ് കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ബി രത്നാകരൻ അവറുകൾ, ജയകൃഷ്ണൻ EK, P ശശികുമാർ, അജിത കെ, റെനിഷ ബി, ദുർഗ, അഡ്വക്കേറ്റ് മിലി ചന്ദ്ര, പ്രജീഷ് PK, R ചന്ദ്രൻ, അജയ് ഷേണായി, ബിപിൻ KV, ശോഭന രതീഷ്, അജിത് PP, സന്തോഷ് K, ആശ E, രേഷ്മ M, ജിഷ്ണു KS, സുകന്യ TV, ലിസിത പാലക്കൽ, ജസ്നമോൾ, ദിനേശൻ K, പ്രശാന്ത്, രാജീവൻ P, രേഷ്മ L, സജീഷ് K, മായ, മീന BM, ജിജിന, AK പ്രേമൻ, രാധാകൃഷ്ണൻ KS, ബിന്ദു K, സുനിൽകുമാർ KP, ശ്രുതി ചക്രപാണി, പ്രശാന്ത് U, ലിജേഷ് K, പ്രീത പ്രദീപ്, വിനോദ് PM, സലീഷ് TK, ദിവ്യ TP, സുരേഷ് ബാബു, ഗിരീഷ് G, സുനില, അഖില കൃഷ്ണൻ K, ദിവ്യ V, ബീന MG, ജിഷ K, ശ്രീന E, സീന മാണിയത്ത്, ശാരിക K, അഭിരാമി എന്നിവരെ വേദിയിലേക്ക് ഊഷ്മളമായി ഹർദ്ദവമായി സ്വാഗതം ചെയ്യുകയാണ്. ന്യൂമാഹി പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥികൾ അവരെ കൂടി വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കുറിച്ചിയിൽ നിന്നും ജനവിധി തേടുന്നു വികാസ് P, ലീന പ്രദീപ്, സബീഷ് KP, അമൃത ബാബുരാജ്, രഞ്ജിനി KP, ബീന AC, ശശി കുളപ്പുറത്ത്, നിപീഷ് MM, രമേശൻ തൊട്ടൻവിട, സിന്ധു KK, ഷർമിന സുനിൽ, സജേഷ് PP, സജ്ജന PM, പ്രസീത AK എന്നിവരെ കൂടി വേദിയിലേക്ക് സംസ്ഥാന അധ്യക്ഷന്റെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്.